സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഒന്നാമത്തെ അധ്യായമായി ആത്മീയതയെ കണക്കാക്കാമെങ്കിൽ എന്റെ ദൃഷ്ടിയിൽ തുടർന്നുള്ള അധ്യായമായി കണക്കാക്കപ്പെടേണ്ടത് ഇന്ത്യയുടെ സൗന്ദര്യപരമായ കാഴ്ചപ്പാട് ആണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ ഒരു സവിശേഷത ഇവിടെ ഓർമ്മിക്കത്തക്കതാണ്. ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ആത്മീയതയും സൗന്ദര്യപരതയും ഒക്കെ വെവ്വേറെ കിട്ടാറില്ല. ജീവിതത്തിന്റെ അത്ഭുതകരമായ ഒരു വിശേഷം അത് എല്ലാറ്റിനെയും കൂടെ ഏതോ അസാധാരണമായ രീതിയിൽ ഏകീഭവിപ്പിക്കുന്നു എന്നതാണ്. ഈ ഏകീഭാവത്തിന് ഈ വിഭജനത്തിന്റെ ഒരു സമ്പ്രദായം ഉണ്ടാക്കി കൊടുക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് മുറിയാണ്, അധ്യാപകനാണ്. ഇതുകൊണ്ടുള്ള തരക്കേട് അധ്യാപകൻ ഈ പഠിപ്പിക്കുന്നതിൽ എപ്പോഴും വിഭജനം, അപഗ്രഥനം എന്നതടങ്ങിയിരിക്കുന്നത് കൊണ്ട് അധ്യാപകൻ പഠിപ്പിക്കുന്നത് കുട്ടികൾ പഠിക്കാറില്ല എന്നുള്ളതൊരു ദുഃഖകരമായ സത്യമാണെങ്കിലും ചില മാനസിക പ്രത്യേകതകൾ പഠിക്കാതെ തന്നെ കുട്ടിയുടെ മനസ്സിൽ നിത്യമായി അവശേഷിക്കുന്നുണ്ടായിരിക്കും. അതിലൊന്ന് ഈ എന്തും വിഭജിക്കപ്പെടാവുന്നതാണെന്നും ഈ നാനാത്വമാണ് ജീവിതത്തിന്റെ സവിശേഷതയെന്നും ഉള്ള ഒരു പാഠം കുട്ടി അനിവാര്യമായി പഠിക്കുന്നു. എന്റെ ദൃഷ്ടിയിൽ ഈ ക്ലാസ് മുറിയുടെ ഏറ്റവും വലിയ ശാപം ഈ ഒരു അബദ്ധ ധാരണയാണ്. ലോകത്തിൽ ഇത് എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംസ്കാരം എന്നുള്ളതിന്റെ ആത്മീയതയെ പറ്റി ഇത്രയും സൂചിപ്പിച്ച് പറഞ്ഞത്. ഭാരതത്തിന്റെ ആത്മീയ സംസ്കാരം ക്ലാസ് മുറിയിൽ വെച്ച് പഠിപ്പിക്കപ്പെട്ടതുപോലെ ഒരാത്മീയമായ ഒരു സവിശേഷ സത്ത എന്നതിലൊന്നുമില്ലെങ്കിൽ നേരെ മറിച്ച് അത് ജീവിതത്തിന്റെ സമസ്ത ചലനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്നുമാണ് കഴിഞ്ഞ തവണ ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ സവിശേഷത അത് അധ്യാപകന്റെ ഈ വീക്ഷണത്തിൻ്റെതിൽ നിന്ന് ഉയർന്നതാണ് എന്നതാണ്. അത് പഴയകാലത്തെ ഗുരുവിന്റെ സമ്പ്രദായത്തിന്റെ പ്രത്യേകതയാണ്. പഴയകാലത്ത് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അതെപ്പോഴും ബുദ്ധിയുടെ ഒരു പ്രക്രിയ എന്നതിൽ കവിഞ്ഞ് അവർ കണ്ടിരുന്നു. അതുകൊണ്ട് ഉപനിഷത്തിലൊക്കെ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ വിദ്യാർത്ഥിയോട് പറയുന്നത് നീ പോയിട്ട് ഇതിനെപ്പറ്റി തപസ് ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയും. തൈത്തിരീയോപനിഷത്തില് ഒരു 5-10-22 വിദ്യാർത്ഥികളോട് പിപ്പലാദൻ എന്ന മഹർഷി ഇങ്ങനെ ഒരു ഇത് പറയും, പോയിട്ട് തിരിച്ചു വാ ഇതെല്ലാം പഠിച്ച്. അത്ര സ്വാതന്ത്ര്യമാണ്. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് നീ എല്ലാം മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോകാന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഈ സവിശേഷത കൊണ്ട് ഈ ഒരു ഉദ്ഗ്രഥന സ്വഭാവം വിജ്ഞാനത്തിന് കൈവരുത്തുവാൻ സാധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു സമ്പ്രദായത്തിന്റെ ഒരു ഉത്ഫുല്ലനമാണ് ഭാരതീയരുടെ വേദാന്ത ചിന്ത തന്നെ. എല്ലാറ്റിനെയും ഏകമായി കാണുക എന്നത് ഈ ഒരു ഗുരുത്വ പാരമ്പര്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വിജയമാണ്. ഏകീഭാവത്തിന്റെ ഈ ഒരു വിജയമാണ്. ഇത് കണ്ടെത്താവുന്ന മറ്റൊരു ഉപാധിയാണ് ഭാരതീയരുടെ ഈ സൗന്ദര്യ ദർശനം. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുവാനുള്ളത്.
നമുക്ക് ഭാരതീയരുടെ സൗന്ദര്യ ദർശനം എന്നുള്ളത് തന്നെ മിഥ്യയല്ലേ എന്നൊരു സംശയം തോന്നാം. ഞാൻ കഴിഞ്ഞ തവണ പാശ്ചാത്യർ കാണുന്ന ദൃഷ്ടിയെ 100% അവലംബിച്ചാൽ നമുക്ക് ക്ലാസ് മുറികളിൽ വെച്ച് അനുഭവിക്കുന്ന തെറ്റുകൾ ഇനിയും കൂടിപ്പോകും എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. അപ്പോൾ അതിനുദാഹരണമായിട്ടാണ് അന്ന് ഞാൻ ചില യൂറോപ്യന്മാരുടെ ചില പ്രസ്താവനകളും അവയുടെ ചില പരിഹാസ്യതകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എ.എൽ. ബഷാം എന്റെ ദൃഷ്ടിയിൽ പാശ്ചാത്യരുടെ ഏറ്റവും നല്ല ഒരു അനുഭാവപൂർണമായ ഹൃദയത്തിന്റെ മാതൃകയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഈ ഞാനന്ന് പറഞ്ഞല്ലോ, ഐ ആം എ ഫ്രണ്ട്ലി മ്ലേച്ഛ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആത്മവിശേഷണം. അപ്പൊ ഈ ഫ്രണ്ട്ലി മ്ലേച്ഛൻ പോലും എഴുതുന്ന സമയത്ത് ഈ കാശികാവൃത്തി അന്ന് ഞാൻ പറഞ്ഞ എന്റെ ഓർമ്മ, അതൊരു വ്യാകരണത്തിന്റെ വ്യാഖ്യാനമാണ്. അഷ്ടാധ്യായിയുടെ പാണിനീയത്തിന് ഉള്ള ഒരു വ്യാഖ്യാനമാണ്. ജയന്തൻ എന്നൊരു ആചാര്യൻ്റെതാണെന്ന് പറയപ്പെടുന്നു. അതിന് ഉള്ള വ്യാഖ്യാനം ഇദ്ദേഹം പെട്ടെന്ന് കാശിക എന്നുള്ളതിന് കാശി എന്ന അർത്ഥം ധരിച്ച് കമന്ററി ഓഫ് ബനാറസ് എന്ന് എ.എൽ. ബഷാം എഴുതുകയുണ്ടായി. അത് ഈ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1976-ലോ 77-ലോ 78-ലോ മറ്റാണ് എന്ന് തോന്നുന്നു, വളരെ അടുത്തുണ്ടായത്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് കമന്ററി ഓഫ് ബനാറസ്. നമ്മൾ ബനാറസ് സാരി എന്നല്ലാതെ ഈ ബനാറസ് കമന്ററി എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ കാശിക എന്നുള്ളതിന് പ്രകാശിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പൊ അത് വ്യാഖ്യാനത്തിന്റെ സ്വഭാവമാണ്, കുട്ടികൾക്ക് പ്രകാശം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വളരെ വരും. അപ്പോ അങ്ങനെയുള്ള തെറ്റുകൾ വരുത്തിയിട്ടുമുണ്ട്. നമ്മുടെ ഭാരതീയർ പ്രാതസ്മരണീയനായി ഈ കാര്യത്തിൽ കണക്കാക്കുന്ന മാക്സ് മുള്ളർ പോലും സൗന്ദര്യ ദർശനത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യക്കാർക്ക് ഒരു സൗന്ദര്യശാസ്ത്രം ഇല്ല എന്ന് പറയുകയുണ്ടായി. മാക്സ് മുള്ളറെ കൊണ്ട്, ഇന്ത്യയോട് ഏറ്റവും അനുഭാവം ഉണ്ടായിരുന്ന മാക്സ് മുള്ളറെ കൊണ്ട് ഇന്ത്യക്ക് ഒരു സൗന്ദര്യ വീക്ഷണം, ശാസ്ത്രീയമായ ഒരു വീക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഒരു സൗന്ദര്യ ശാസ്ത്രമില്ല എന്ന് പറയിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആമുഖത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു കാരണം, ഇന്ത്യക്കാർ ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാറ്റിനെയും ഈ തർജ്ജമയിലൂടെയാണല്ലോ കാണുന്നത്. അപ്പോ ആനയ്ക്ക്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളതാണ്, ഈ ആനയ്ക്ക് ഇംഗ്ലീഷിൽ എലിഫന്റ് എന്ന് തർജ്ജമയില്ലായിരുന്നുവെങ്കിൽ, ഉണ്ടായത് ആനയുടെ ഭാഗ്യം, ഇല്ലായിരുന്നുവെങ്കിൽ ആന എന്ന ജീവി ഇല്ലാത്തതാണ് എന്ന് അവർക്ക് പറയുവാനും അത് സാരമില്ല, അവർക്ക് പറയാൻ, അവർക്ക് വാക്കില്ല. പക്ഷെ അതിനെ തുടർന്ന് ആനയുള്ള ഈ രാജ്യത്തിൽ അതില്ല എന്ന് പറയുവാൻ ആളുണ്ടാവുകയും ചെയ്യുമായിരുന്നു. ആന പിടികൂടുന്നത് വരെ. ഭാഗ്യത്തിന് എലിഫന്റ് എന്ന ഒരു വാക്കുള്ളത് കൊണ്ട് അതിന് ഡിക്ഷണറിയിൽ ആന എന്നൊക്കെ കാണുന്നതിനാൽ ആന ഈ രാജ്യത്തുണ്ട് എന്നും ഈ വലിയ ജീവിയെ കാണുമ്പോൾ ഇത് ആനയും എലിഫന്റുമാണ് എന്നും നാം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ്. ഭാരതീയർക്ക് പണ്ട് സൗന്ദര്യം എന്നുള്ള ഈ വാക്ക് തന്നെയും നമുക്ക് വേദത്തിലും മറ്റും കാണുകയില്ല. വേദത്തിലും മറ്റും ഉപയോഗിക്കുന്നത് വേറെ അനേകം പദങ്ങളാണ്. അതിന്ന് പര്യായങ്ങളായിട്ടേ വരുന്നുള്ളൂ. പര്യായങ്ങളെ മുഴുവൻ നാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അച്ഛൻ എന്നുള്ളതിന്റെ പര്യായം ഫാദർന്ന് മാത്രമാണ്, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ സൗന്ദര്യത്തിന്റെ ഈ വൈദികങ്ങളായ പര്യായങ്ങൾ ഒക്കെ ഇന്ന് മിക്കവാറും ലുപ്തപ്രചാരങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള വാക്കുകൾ ഏറ്റവും പ്രകൃഷ്ടമായ പദം വിഭൂതി എന്നുള്ളതാണ്. ഇന്ന് വിഭൂതി എന്നുള്ളത് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് സായിബാബയുടെ ഇതുണ്ടല്ലോ, ഈ ഭസ്മം, അതിനാണ് വിഭൂതി. ആ ഒരു അർത്ഥമുണ്ട്, ഭൂതി വിഭൂതി, ആ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. വിഭൂതി എന്നുള്ളതിന് ഒരു ഏറ്റവും വലിയ തേജസ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഗീതയിൽ വിഭൂതി എന്നുള്ള ഒരു അധ്യായം തന്നെ വെച്ചത്. വിശ്വരൂപ അധ്യായം പോലെ വിഭൂതിയുടെ ഒരു അധ്യായമുണ്ട്. വിഭൂതിയുടെ ആ അധ്യായത്തിന് ശേഷമാണ് വിശ്വരൂപാധ്യായം വരുന്നത്. അപ്പൊ വിഭൂതിയുടെ അധ്യായത്തിൽ
ഈ വിഷ്ണു അഥവാ ശ്രീകൃഷ്ണൻ താനൊരു വെറും സൂതനല്ല എന്നും താൻ നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത നാനാത്വ പ്രൗഢിയും ഉൾക്കൊള്ളുന്ന ഒരു മഹാചൈതന്യത്തിന്റെ ദീപനാളമാണെന്നും തെളിയിക്കുകയാണ്. അത് ഗീതയിൽ നിങ്ങൾക്കറിയുമല്ലോ, ശ്രീകൃഷ്ണനെ കാണുകയാണ്. അത് അനേകം മാലകളൊക്കെ ധരിച്ച്, അങ്ങനെയാണ് നാം ഇപ്പോൾ ഈ മന്ത്രിമാർക്കൊക്കെ ഈ മാല കൊടുക്കുന്നത് അതൊരു ദിവ്യതയാണ് എന്ന് വെച്ചാണ് നാം കൊടുക്കുന്നത്. പിന്നീപ്പോൾ നമ്മൾ വേറെ പല പദാർത്ഥങ്ങളുമായി തുടങ്ങി ഈ മാല. പക്ഷെ ഈ മാല ധരിക്കുക എന്നുള്ളത് വനമാല വിരാജിതം ദിവ്യമാല്യാംബരധരം ഈ വിഭൂതി യോഗത്തിൽ ഗീതയിൽ പറയും. ദിവ്യമായ മാല്യങ്ങളും അമ്പരവും വസ്ത്രവും ധരിച്ച്, പിന്നെ ദിവ്യവേഷ എന്തുകൊണ്ടല്ലോ അത് സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം എന്ന് ഗീതയിൽ പറയും. അപ്പൊ ഈ വിഭൂതി ഈ സർവലോക പ്രൗഢിയെയും മഹിമയെയും കാണുന്ന സമയത്ത് മനുഷ്യന് അവന്റെ ഹൃദയത്തിൽ ഒരു വികാരം ജനിക്കുന്നുണ്ട്. ആ വികാരം ആശ്ചര്യം എന്നുള്ളതാണ്. ഈ പ്രപഞ്ചം അതിൻ്റെ ഏറ്റവും വിപുലമായ സൃഷ്ടി വൈചിത്ര്യത്തോടുകൂടെ ബുദ്ധിയും ഹൃദയവുമുള്ള മനുഷ്യന്റെ ഉള്ളിൽ അവതരിപ്പിക്കുന്ന പ്രഥമ വികാരം ആശ്ചര്യമാണ്. ലോകമുണ്ടായതിനു ശേഷം ആദ്യത്തെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ അവതരിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്ത് എന്ന് ചോദിച്ചാൽ അത് ആശ്ചര്യമാണ്. ആ പ്രഥമ മനുഷ്യന്റെ ഈ വികാരത്തെയാണ് ഈ സർവാശ്ചര്യമയം എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭാരതത്തിലുടനീളം പ്രാചീന കാലത്ത് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം വാസ്തവത്തിൽ പിന്നീട് വന്ന ഒരു തർജ്ജമാത്മകമായ പദമാണ്. അതിന്റെ ഈ വിഭൂതി, രാവിലത്തെ ഈ സൂര്യനിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശവും ആ ആകാശത്തിന്റെ ഈ സൗന്ദര്യവിലാസങ്ങൾ മുഴുവൻ കണ്ട് ചോടെ ഈ മുക്കുറ്റിച്ചെടി പോലും വിടർത്തുന്ന പൂക്കളും എല്ലാം തെളിയിക്കുന്നത് ഈ ആശ്ചര്യത്തെയാണ്, ഈ വിഭൂതിയെയാണ്. അത് ഭാരതത്തിന്റെ ഈ സംസ്കാരത്തെ ഏതോ അബോധ രീതിയിൽ ഉൾക്കൊള്ളുന്ന കവികളിലൂടെ അറിയാതെ അത് നമുക്ക് പരന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ കുമാരനാശാൻ ഈശ്വരനെ പറ്റിയുള്ളൊരു കവിതയുണ്ട്. അപ്പൊ അതിൽ പറയും, ഈ പ്രപഞ്ചം കണ്ടിട്ട് ശ്രീകൃഷ്ണനെ കണ്ട അർജുനനെ എന്നതുപോലെ ഈ ഒരു അനുഭാവപൂർണമായ ഹൃദയത്തോടുകൂടിയ ഈ കൊച്ചു മനുഷ്യന്റെ ഉള്ളിൽ ത്രസിച്ചു നിൽക്കുന്നത് ഈ ആശ്ചര്യമാണ്. പ്രപഞ്ചം എന്നത് എന്തെങ്കിലും ഒരു വിശേഷമുള്ളതാണെങ്കിൽ ആ വിശേഷം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉയർത്തുന്നത് ഈ വിസ്മയമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഈ പ്രഭാതം കോമൽ പ്രഭാതരുചി എങ്ങുമുയർന്ന നീലവ്യോമസ്ഥലം സ്വയമെരിഞ്ഞൊരു അക്കബിംബം. ഇതിൽ കഴിഞ്ഞ് ഈ യൂണിവേഴ്സൽ ഗ്ലോറി നിങ്ങൾക്ക് വേറെ സങ്കല്പിക്കുക സാധ്യമല്ല. കോമൽ പ്രഭാതരുചി എങ്ങുമുയർന്ന നീലവ്യോമസ്ഥലം സ്വയമെരിഞ്ഞൊരു അർക്കബിംബം ശ്രീമദ് ധരിത്രി ഇവയെ പണി ചെയ്ത കയ്യിൻ ഖേമത്വമോർത്ത് ഇവനിൽ കവിയുന്നു കണ്ണീർ. ആശ്ചര്യത്തിന്റെ സാത്വിക ഭാവമാണ് ഈ കണ്ണീര്. ഇത് കണ്ടിട്ട് അപ്പൊ ആശ്ചര്യമാണ്. അപ്പോ പ്രാചീന കാലത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ സൗന്ദര്യം എന്നുള്ളത് വിഭൂത്യാത്മകവും. അതിന് പിന്നെ വേറെ പല ഭർഗ, ഈ നമ്മുടെ പ്രസിദ്ധമായ ഋഗ്വേദത്തിലെ മന്ത്രമുണ്ടല്ലോ ഗായത്രി, അതിൽ പറഞ്ഞത് ഭർഗോ ദേവസ്യ ധീമഹി എന്നാണ്. ഈ ദീപന്റെ ഈ ഭർഗത്തെ അതിനെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ പ്രപഞ്ചത്തിന്റെ ഈ മഹാസൗന്ദര്യങ്ങളാണ്. പ്രഭാതം ഇല്ലാതാകുമ്പോൾ അത് മധ്യാഹ്നം ഏറ്റെടുക്കുകയും മധ്യാഹ്നമില്ലാതാകുമ്പോൾ അത് സന്ധ്യ ഏറ്റെടുക്കുകയും സന്ധ്യയില്ലാതാകുമ്പോൾ അത് ശ്യാമളസുന്ദരമായ ഈ രാത്രി ഏറ്റെടുക്കുകയും രാത്രി അവസാനിക്കുമ്പോൾ പ്രഭാതം ഏറ്റെടുക്കുകയും
അങ്ങനെ ദിനരാത്രങ്ങളിലൂടെ അനുസ്യൂതമായി പ്രവഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നിത്യസൗന്ദര്യധാര എന്നുള്ളത്, ആ നിത്യസൗന്ദര്യധാരയാണ് ഇവിടെ വിസ്മയം ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ വിരിച്ചു നിൽക്കുന്നത്. ഇത് ഏറ്റവും ഉദാത്തമായ ഒരു ഭാവവുമാണ്. സൗന്ദര്യം എന്നുള്ള ഒരു ഓമന പേരിൽ ഇത് പറയപ്പെട്ടിരുന്നില്ല. ഇത് മനുഷ്യനോട് ബന്ധിച്ച് തന്നെ പറയാൻ കഴിയാത്തതായ ഒരു വികാരമാണ്. അത്രയും ഇതിന്റെ ഒരു അംശമായതുകൊണ്ട് മനുഷ്യൻ നിൽക്കുകയാണ്. മനുഷ്യന്റെ മേന്മ ഇത് സാക്ഷാത്കരിക്കുകയാണ്. അത് ഗീതയിൽ തന്നെ പറയും, അല്ലയോ അർജുന, നീ എന്നെ ഇവിടെ ഈ പ്രപഞ്ചത്തോളം വിപുലമായ ഈ പശ്ചാത്തലത്തിൽ നീ കാണുന്നു. വ്യാവാപൃഥിവ്യോരുതം അന്തരംഭി വ്യാപ്തം ഏകേന, ആകാശം തൊട്ട് ഭൂമി വരെ വ്യാപിച്ചു കിടക്കുന്ന എന്നെ നീ ഇപ്പോൾ കാണുന്നല്ലോ. അതിൽ കഴിഞ്ഞൊരു മനുഷ്യന് വികാസമില്ലല്ലോ. ഇതിന്റെ ഒരു ചെറിയൊരംശം നീ എവിടെ കാണുന്നുവോ അതൊക്കെ എന്റെ അംശമായി നീ കാണുക എന്ന് പറയും. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഈ മഹാസമസ്ത സൗന്ദര്യം എവിടെ ഉത്കൃഷ്ടതയും ശ്രേഷ്ഠതയുമായി നീ കാണുന്നുവോ അവിടെയൊക്കെ പ്രതിഫലിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ഓരോ നിമിഷത്തിലെ കർമ്മത്തിന്റെയും ലക്ഷ്യം ഈ മഹത്തായ പ്രൗഢിയുടെ ഈ ജ്വാലയിലേക്ക് തന്റെ ജീവിതത്തെ അനുനിമിഷം നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഗീതയിൽ പറയും, ഏത് വിഭൂതിമത്, അവിടെ ഉപയോഗിക്കുന്ന വാക്കതാണ് വിഭൂതിമത് സത്വം, പിന്നെന്താണ് ഊർജിതമേവ തത്വദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം, എന്റെ തേജസ്സിൽ നിന്നുണ്ടായതാണ് ഇത് എന്ന്. ഇത് വളരെ വേണമെങ്കിൽ ഇങ്ങനെ വാദിച്ചു കൊണ്ടുപോകാവുന്നതാണ്. നമ്മൾക്ക് വലിയ തെറ്റിദ്ധാരണ ഈ ക്ലാസ് റൂമിൽ വെച്ച്, വിശേഷിച്ചും പടിഞ്ഞാറൻ ക്ലാസ് മുറിയിൽ വെച്ച് ഇതെല്ലാം പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഇതൊക്കെ നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഉപനിഷത്തിലെ ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ഇഹലോകത്തിലില്ലാത്ത ആനന്ദമാണ് എന്ന് നാം ധരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അർജുനനോട് പറഞ്ഞതുപോലെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത്. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഒന്നും കിട്ടുകയും ഉണ്ടായില്ല. എന്നിട്ടിങ്ങനെ കയ്യും വീശി നടക്കുന്ന തിരക്കിലാണ്. പിന്നെ ഈ കൈ കൊണ്ട് എന്ത് ചെയ്യുക? അടുത്തുള്ളവനെ കൊല്ലുക. അങ്ങനെയാണ് ഈ കൈ ഇങ്ങനെ ഈ നിരന്തര വധകൃത്യം ഇവിടെ രാഷ്ട്രത്തിന്റെ ദൈനംദിന പരിപാടിയായി തീരുന്നത് ഇതിന്റെ ഫലമായിട്ടാണ്. കയ്യിൽ എന്തെങ്കിലും വേണം. ഫോട്ടോഗ്രാഫർക്ക് അറിയാം, ഒരു മനുഷ്യന്റെ ഏറ്റവും ഫോട്ടോഗ്രാഫിക്ക് വിപരീതമായ വൃത്തികെട്ട അവയവം കൈയാണ്. ഇവനിത് എന്തെങ്കിലും കാണിക്കും. ഈ ഫോട്ടോഗ്രാഫറിന്റെ ആ ഒരു അനർഘ നിമിഷം എന്ന് പറയുന്ന ഇവൻ ഫോക്കസ് ചെയ്യുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ ഇവന് എന്തെങ്കിലും മാന്തിയം എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇത് വഷളാക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ കേരളീയ രാഷ്ട്രീയ ജനത ഇനിയിപ്പോൾ അവന്റെ ഈ ഫോട്ടോഗ്രാഫറെ ചീത്തയാക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചാണ് അവൻ ഈ കഠാരിയൊക്കെ ഉപയോഗിച്ച്, അത് വെറുതെ വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തലയും കൈയും വെറുതെ വെച്ചാൽ എന്തെങ്കിലും ആയിത്തീരും. അത് കൈ തലയോട് തന്നെ പ്രതികാരം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇനിയിപ്പോൾ കേരളത്തിൽ. ഇങ്ങനെയാണ് ഈ തലയിങ്ങനെ ഉരുണ്ടു തുടങ്ങുന്നത് കയ്യിന്റെ. ഇതൊക്കെ ഈ പെശകാണ്. അപ്പോ ഈ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്? അതെ, ഈ അതെ ഉപനിഷത്തിലെ ആനന്ദം ഇത് നമുക്ക് ഈ ലോകത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയാത്തതാണ് എന്ന്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ എന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വസിക്കാമെന്നുള്ളത് കൊണ്ടായിരിക്കാം, അതിന്റെ ഒരു തെളിവായിരിക്കാം നിങ്ങൾ ഇന്നും വന്നത്. അല്ലെങ്കിൽ വിശ്വസിക്കാമോ എന്ന് പരീക്ഷിക്കുന്നതായിരിക്കാം. ഏതായാലും ഇത് തരുന്ന ഒരു നേരിയ ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഉപനിഷത്തിൽ ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ, മനുഷ്യനെ ഈ വലിയ ഒരു ലോകത്തിന്റെ ഈ ആനന്ദം ഇവന് ഈ സാധാരണ ജീവിതത്തിൽ നിഷേധിക്കുന്ന തരത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യരും പറഞ്ഞിട്ടില്ല. പിന്നെ അതിനപ്പുറത്താണോ മറ്റുള്ളവർ പറയുന്നത്? മറ്റുള്ളവർ പറഞ്ഞത് കണക്കാക്കേണ്ടതില്ല. ഉപനിഷത്തിൽ ഈ ബൃഹദാരണ്യോപനിഷത്തിൽ പറയും, നിങ്ങളുടെ ലൗകികാനന്ദമുണ്ടല്ലോ, ഈ ലൗകികാനന്ദമാണ്, ലൗകികാനന്ദം ഈ ബ്രഹ്മാനന്ദത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ്, ഇതിന്റെ നിഷേധമല്ല. ഇതിന്റെ ചെറിയ ഒരു ബ്രഹ്മാനന്ദ ലൗകികാനന്ദസ്യ അന്തർഭാവാത് എന്ന് ബൃഹദാരണ്യോപനിഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ഈ ആനന്ദത്തിൽ മറ്റേ ആനന്ദം അന്തർഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഈ ഉപനിഷത്തിൽ പറഞ്ഞു പോകും. അതിവിടുത്തെ ആചാര്യന്മാരൊക്കെ എത്രയോ ഈ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ തന്നെ ശങ്കരാചാര്യരൊക്കെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഒരു ഔപനിഷദ പണ്ഡിതനാണ് ഉപനിഷത് ബ്രഹ്മ യോഗീന്ദ്രൻ എന്ന പേരിൽ ഒരു, എനിക്ക് തോന്നുന്നു 17-ാം നൂറ്റാണ്ടിലോ മറ്റോ, അദ്ദേഹം ഈ ഒരു കാര്യം വളരെ വ്യക്തമായി പറയും. അത് ഭാരതം ഉടനീളം കണക്കാക്കിയിട്ടുള്ള ഒരു തത്വവുമാകുന്നു. അത് ഈ നമ്മുടെ പല കൃതികളിലും, ഭാഗവതമായാലും രാമായണമായാലും എല്ലാറ്റിലും ഇതിന്റെ ഈ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ ലൗകികാനന്ദ നിഷേധമല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് ആനന്ദം എന്നുള്ളത് അനുഭവിക്കണമെങ്കിൽ മനസ്സിന്റെ ഇതരവൃത്തി നിഷേധാത്മകമായ ഒരു ഏകാഗ്രത ആവശ്യമാണ്. അവിടെയല്ലാതെ നമുക്ക് ആനന്ദം അനുഭവിക്കുക സാധ്യമല്ല. ചായ കഴിക്കുന്നത് തന്നെ നിങ്ങൾ വീട്ടിലെ കൃത്യാന്തര ബാഹുല്യങ്ങൾ ഓർത്തിട്ടാണെന്ന് വെച്ചാൽ കുടിച്ചതിന് ശേഷം ഇതിൽ പഞ്ചസാര എന്തുകൊണ്ടിട്ടില്ല എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഈ കഴിക്കുന്നതെല്ലാം പതുക്കെ കഴിക്കണം എന്ന് പറയുന്നതാണ്, ഒരൊറ്റ കുടിയല്ല. ഇതൊക്കെ അനുവർത്തിക്കുന്ന ചില പാനശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം, അത് വെച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണ തന്നെയായ ഭക്ഷണം വാരി തിന്നുന്നവന് ഭക്ഷണം അനുഭവിക്കുക സാധ്യമല്ല. ഭക്ഷണം വാരി തിന്നത് കൊണ്ടുള്ള ദുഃഖമേ അവൻ അനുഭവിക്കാൻ കഴിയും. വയറ്റിലെ വ്രണവും മറ്റുമായിട്ട് ഞാൻ അനുഭവിച്ചതുവരെ ഇതുപോലെ, അങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്. കർമ്മഫലം എന്നല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ആനന്ദം അനുഭവിക്കുക, അത് എവിടെയും അതാണ്. അതിന്റെ പരകോടിയാണ് ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ഇതാണ് ഭാരതീയരുടെ സൗന്ദര്യശാസ്ത്രം എന്ന് ഇന്ന് പറയുന്ന ഭാരതീയരുടെ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മാധുര്യ കണികയുണ്ട്. അതിനെ പ്രാപിക്കുവാനുള്ള മാർഗം അവർ ഇത് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു എവിടെയോ ആകാശത്തിൽ ജയദേവന്റെ ഗീതഗോവിന്ദത്തിൽ പറയും, ഇരുണ്ട ഒരു മേഘം അതിങ്ങനെ ആകാശത്തിൽ നേരിയ കാറ്റുകൊണ്ട് ചലിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരത്ത് ഒരു മഴവില്ലിന്റെ ഒരു പ്രകാശം തട്ടിയിട്ട് അത് ഈ കറുത്ത മേഘത്തെ മുഴുവനും പ്രകാശിപ്പിക്കാതെ അതിൻ്റെ അറ്റത്ത് ഒരു പ്രകാശരേഖ സൃഷ്ടിക്കും. അതിനെ അദ്ദേഹം വർണ്ണിക്കുന്നത് പ്രചുര പുരന്തര ധനുരനുരഞ്ജിത മേതുര മുതിര സുവേഷം എന്നാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ എന്നാണ് പറയുക. പ്രചുര പുരന്തര ധനു, ഇന്ദ്രധനുസ്, ഈ മഴവില്ല്, അത് തെളിഞ്ഞ മഴവില്ല്. പ്രചുര പുരന്തര ധനുരനുരഞ്ജിത, അതുകൊണ്ട് കലർന്ന് സുന്ദരമായ. മേതുര മുതിര, അത് കറുത്ത ആ മേഘം പോലെയുള്ള വേഷത്തോടു കൂടിയ സൗന്ദര്യത്തിന്റെ പരകോടിയാണത്. ഇതാ ഈ ലോകത്തിൽ ഉടനീളം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെയും ക്ലേശത്തിന്റെയും നിത്യമെന്ന് പറയാവുന്ന തരത്തിൽ ഹൃദയത്തിൽ തടിച്ചുകൂടുന്ന നിരാശയുടെയും എല്ലാറ്റിന്റെയും അപ്പുറത്ത് ഏതോ ദീപ്രമായ ഒരു പ്രചുര പുരന്തര ധനുസിനാൽ അനുരഞ്ജിതമായ ഒരു മുതിര സുവേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഈ മാധുര്യമാണ്. ആ മാധുര്യത്തെ എടുക്കുവാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് സൗന്ദര്യം എന്നുള്ള പേരിൽ അവർ പറയുകയുണ്ടായില്ല. അതുടനീളം അവർ ഈ ലോകം ഇങ്ങനെയുള്ളതാണ് എന്നവർ പറഞ്ഞു. മനുഷ്യൻ എത്ര മധുരമായ പദം എന്നാർ പറഞ്ഞു. അത് പറഞ്ഞത് മാക്സിം ഗോർക്കി. പണ്ടൊരാൾ പരീക്ഷ കടലാസിൽ എഴുതിയത് ഞാൻ നോക്കിയിട്ടുണ്ട്, മാക്സിമം ഗോർക്കി എന്ന് പറയപ്പെട്ട മാക്സിം ഗോർക്കി. അത്രയ്ക്കുള്ള ഗോർക്കിയാണ്, ചെറിയ ഗോർക്കിയൊന്നുമല്ല. അപ്പൊ ഈ മാക്സിം ഗോർക്കി പറഞ്ഞു എന്നാണ്. പിന്നെ സമ്മതിക്കാം, അതിന്റെ പുറകിൽ റഷ്യ കിടക്കുകയല്ലേ, പിന്നെ സമ്മതിക്കാതെ വൃത്തിയുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. മനുഷ്യൻ എത്ര മധുരമായ പദം എന്ന് എന്നുവെച്ചാൽ നമുക്ക് നമ്മളുടെ നിഴൽ പോലും കണ്ടാൽ മനസ്സിലാകാത്ത വിധത്തിൽ ഇവിടുത്തെ സാധാരണ സത്യം അപരിചിതമായ ഒരു ജനത
അതിന്റെ മൂഢവിലാസങ്ങൾ ഈ ലോകത്തിൽ ആരും തിരുത്തുവാനില്ല എന്ന വൈഭവത്തിന്മേൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു നിരന്തര ബുദ്ധിശൂന്യത നാം ഇവിടെ കാണുകയാവും. അതാണ് ഈ മാക്സിമം ഗോർക്കിയൊക്കെ വരുന്നത്. മനുഷ്യൻ എത്ര സുന്ദരമായ പദം. അപ്പൊ പിന്നെ കുറച്ചുകൂടെ പറഞ്ഞപ്പോ അത് പറഞ്ഞു, അതല്ല, അത് ഷേക്സ്പിയർ പറഞ്ഞ. മാക്സിമം ഗോർക്കി വരുന്നതിന് മുമ്പ് ഷേക്സ്പിയർ വന്നിട്ടുണ്ട്. ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ടെമ്പസ്റ്റ് എന്ന നാടകത്തിൽ പറഞ്ഞു, മിറാൻഡ ഈ ഇവരൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞു, ഓ ഹൗ ബ്യൂട്ടിയസ് ഈസ് മാൻകൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ. ഈ മനുഷ്യ സമൂഹം എത്ര മനോഹരമാണ്. അത് ഗോർക്കി പോട്ടെ, പണ്ടേ ബ്രിട്ടീഷുകാരൻ പറഞ്ഞാണ് എന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ബുദ്ധനും വേദവും എത്രയോ മുമ്പ് ഈ മനുഷ്യ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞതാണ്. ഇതൊന്നും ഇവിടെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തെ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടും? ഈ രാജ്യത്തിൽ ജനിച്ചതിൽ നമുക്ക് എങ്ങനെ ഒരു സന്തോഷം തോന്നും? ഇവിടുത്തെ ഈ മനുഷ്യനെ ഇവിടെ കാണുന്നത് ഇവരെല്ലാം പറഞ്ഞതിന് ശേഷമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇവർ ഇത്രയും കാലത്തിന് മുമ്പുള്ള ശതാബ്ദങ്ങളുടെ ജീവിതം തന്നെ ഈ വംശം എന്ന് നമുക്ക് തോന്നാതിരിക്കുമോ? അപ്പോ ഈ ഭഗവാൻ ബുദ്ധൻ പറഞ്ഞു, നിർവ്വാണമെല്ലാം കിട്ടി അവിടെ അടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ഭഗവാൻ ബുദ്ധൻ പറയുകയാണ്, ചിത്രം മനോരമം. എന്താണ് പിന്നെ അങ്ങനെ ഒരു പ്രസിദ്ധമായ വാക്യമുണ്ട്, ഇവിടുത്തെ മനുഷ്യരെല്ലാം എത്ര മനോഹരമാണ്, ഇതാ ഈ കാണുന്ന ലോകം എത്ര മനോരമമാണ്. ഈ പറഞ്ഞത് ബുദ്ധനാണ്. സമ്മതിക്കുമോ ഈ രാജ്യത്തെ ആരെങ്കിലും? ഈ ബുദ്ധൻ എന്ന് വെച്ചാൽ നിർവ്വാണത്തിന്റെയും പ്രപഞ്ചത്തിലെ സമസ്ത സുഖങ്ങളെയും തൃഷ്ണാരാഹിത്യം എന്നുള്ള ഒരു വിളക്ക് കെടുക്കലോടുകൂടി അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ പ്രബോധനം നിറവേറ്റിയ ഒരു ആചാര്യന്റെയും വിചാരം എന്ന നിലയ്ക്ക് നാം ഈ ഭാരതം എന്നുള്ളത് മനോരമമാണ് എന്ന്, അതിനുശേഷമാണ് മനോരമ തന്നെ വന്നത് ഈ രാജ്യത്ത്. ആദ്യം പറഞ്ഞത് ഇദ്ദേഹമാണ്, ഇത് എത്ര സുന്ദരം. അന്നതിനുള്ള വാക്ക് ചിത്രം എന്നാണ്. ചിത്രം എന്നുള്ളതിന് നമുക്കിപ്പോ ഇത് വളരെ തമാശയായിരിക്കുന്നു. നീ പരീക്ഷയ്ക്കൊക്കെ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ചിത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, പിന്നെ വേറെ വല്ല വഴിക്കും ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കാം എന്ന മട്ടിലാണ് ഈ ചിത്രത്തിന്റെ അർത്ഥം. ഇവിടെ മനോരമമാണ് ചിത്രം, ജംബുദ്വീപം. അങ്ങനെയാണ്. ഈ ഭാരതം മനോഹരമാണ്, ഈ ഭാരതം മനോഹരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോരമം മനുഷ്യാണാം ജീവിതം, ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം അത്യന്ത സുന്ദരമാകുന്നു എന്ന് പറയുകയുണ്ടായി. തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ഈ പ്രപഞ്ച സൗന്ദര്യത്തിൽ നിന്ന് എന്താണ് നിർവൃത്ത ചക്ഷുസാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പാടില്ലാത്തതാണ്. ഉപരിപ്ലവ ബുദ്ധികളുടെ വിനാശകരമായ പര്യടനം കൊണ്ട് ഇവിടുത്തെ സമസ്ത ശുദ്ധ വീക്ഷണങ്ങളും ഇവിടെ കലുഷമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ ശോഭിക്കുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ നേരെയാണ്. അവർ വിചാരിക്കുന്നത് അവർക്ക് മാത്രമേ ശോഭിക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഞാൻ അവരുള്ളിടത്തെല്ലാം ഞാൻ അവരുടെ നേരെ ശോഭിക്കാറ്. ഇതൊന്നും ഇങ്ങനെയല്ല എന്നിവിടെ മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കി പ്രചരിപ്പിക്കേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാരാണ്. ഇവിടെ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. വേദത്തിൽ പറയും ഇതിലും മനോഹരമായ, ഇന്ന് ഏത് പത്രത്തിലെഴുതിയാലും മലയാളം എന്ന് പറയുന്ന വിധത്തിലുള്ള മധുരമായ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അയം ലോക പ്രിയതമ എന്ന് അഥർവവേദത്തിൽ. അഥർവവേദം കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെ? വേദം തന്നെ നീചം, അതിൽ വെച്ച് ഏറ്റവും നീചം അഥർവവേദം. അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിനീചം. അഥർവം എന്ന് പറഞ്ഞത് തന്നെ അതിന്റെ അധമത്വം കാണിക്കുന്നു എന്നാണ്. അങ്ങനെയൊക്കെ പറയാവുന്നതാണ്. അതിലെഴുതിയിരിക്കുകയാണ് അയം ലോക. ഇങ്ങനെയൊക്കെ ധരിക്കുന്ന നീയും ഞാനുമൊക്കെ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ഈ ലോകം പ്രിയതമമാണ്. അല്ലയോ മനുഷ്യ, നിനക്ക് ഈ ലോകത്തിൽ ഇതിനേക്കാൾ ഇഷ്ടപ്പെടുവാൻ വേറെ യാതൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ സൗന്ദര്യം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ലഘു സൗന്ദര്യങ്ങളാണ്. ഭാഷ നേരത്തെ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നു, സൗന്ദര്യം. പക്ഷെ അത് സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴേക്ക് ഉദയസൂര്യന്റെ സൗന്ദര്യം പോയി. പിന്നെ ഈ സൗന്ദര്യത്തെ പ്രാപിക്കുവാൻ വേണ്ടി സൂര്യൻ മധ്യാഹ്ന ഭാസ്കരനായി മാറുകയാണ്, അതും നിമിഷം. അപ്പൊ അവിടെയും പരാജയപ്പെടുമ്പോൾ സൂര്യൻ ഈ അസ്തമയ സൂര്യനായി മാറുകയാണ്. അവിടെയും പരാജയപ്പെടുമ്പോൾ സൂര്യന് തോന്നി ഇനി മരിക്കുന്നത് നല്ലത്. അങ്ങനെ സൂര്യന്റെ മരണം രാത്രി എന്ന നിലയ്ക്ക് ഇവിടെ അവിടെയും സൗന്ദര്യമില്ലാതെ വരുമ്പോൾ വീണ്ടും ഉദിക്കുന്നു.
സൗന്ദര്യത്തിനുള്ള നിരന്തരാന്വേഷണം ഈ പ്രപഞ്ചത്തിൽ ഇവിടെ നാം ഉടനീളം കാണുകയാണ്. പക്ഷേ അത് പ്രാപിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ ജീവിതത്തിന്റെ ഇതെല്ലാം ഏകീഭാവം നഷ്ടപ്പെട്ട് ഇത് മുഴുവൻ ഖണ്ഡാനുഭവങ്ങളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പൂർണ്ണാനന്ദത്തിന്റെ ഒരു മേഖലയിലേക്ക് നിനക്കൊന്ന് ഏന്തി നോക്കാമോ? ആകാശം മുഴുവൻ ഇരുണ്ട കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അല്ലയോ കൊച്ചുബാല, നീ നോക്കുന്ന സമയത്ത് നീ ഇരുണ്ട ഈ കാർമേഘ പാളികൾ നീ കാണുന്ന സമയത്ത് ജയദേവൻ പറഞ്ഞതുപോലെ ഇതിന്റെ പിറകിൽ നിന്ന് ഈ ആകാശത്തിലെ പ്രകാശ നാളങ്ങളെ മുഴുവൻ വലിച്ചെടുത്ത് ഈ കറുത്ത മേഘത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ ജലബിന്ദുക്കളിലൂടെ അത് പ്രതിഫലനം ചെയ്ത് ഒരു പുതിയ പ്രകാശത്തിൽ ഒരു വൈരൂപ്യമുണ്ടല്ലോ, അതിനെ ചുംബിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അതുപോലെ മാത്രമേ നിനക്ക് ഈ പ്രപഞ്ചത്തിൽ സൗന്ദര്യം കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നീ സൗന്ദര്യത്തെ നിന്റെ സാധാരണ ജീവിതം കൊണ്ട് നിനക്ക് ഇതിന്റെ പൂർണ്ണതയെ ഏറെക്കുറെ എങ്ങനെ മനസ്സിലാക്കാം? അത് നീ ഇവിടുത്തെ ഈ കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും നിനക്ക് സാധിക്കുന്നു എന്നതാണ് ഭാരതത്തിന്റെ സൗന്ദര്യശാസ്ത്രത്തിന്റെ ചുരുക്കം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവർ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ നാനാത്വം, ഉദയസൂര്യൻ, അത് ഇത്, ആശാന്റെ ഈ കവിത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നത് അതിന്റെ പിറകിൽ പിന്നെയും പറയും. അന്തിച്ചുകപ്പും എല്ലാം കാണുകയാണ്. അന്തിച്ചുകപ്പും അലയാഴിയും അങ്ങിരുട്ടിലുന്തിസ്ഫുരിക്കും ഉടുതാരൽ അങ്ങിതാനിയും പൊന്തിസ്ഫുരിക്കും ഇരുളിന്റെ മനോവിലാസം ചിന്തിച്ചടി അകമലിഞ്ഞ് ഉടൽ ചീർത്തിടുന്നു. മറ്റത് കണ്ടിട്ട് എനിക്ക് കണ്ണീര് വരുന്നു, ഇത് കണ്ടിട്ട് എനിക്ക് ഉടൽ ചീർക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇന്ന് നമ്മൾക്ക് ഇതൊന്നും കണ്ടിട്ട് വേണ്ടേ ഉടൽ ചീർക്കാൻ? ഈ ആകാശം കണ്ടിട്ട് വേണ്ടേ? സ്വന്തം സഹോദരന്റെ പിൻവശത്ത് കഠാരി കുത്തിയേറ്റുന്ന ഒരു സമൂഹത്തിന് ആകാശം കാണുവാനുള്ള ഈ കണ്ണുകൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതിനെപ്പറ്റി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ പിടിച്ച് മലർത്തി കിടത്തി ഈ ആകാശം മാസത്തിൽ ഒരു 12 ദിവസം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മനുഷ്യൻ കാണിക്കുന്ന ഈ വൃഥ നാട്യങ്ങളുണ്ടല്ലോ, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്ന്. അതാണ് മറ്റൊരു കവിതയിൽ നിത്യഭാസുര നഭശ്ചരങ്ങളെ ക്ഷിത്യവസ്തപത നിങ്ങൾ ഓർക്കുക, കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം ഈ ഖണ്ഡ സത്യങ്ങളാണ്. അവിടെ നമുക്ക് ഈ സൗന്ദര്യത്തെ നമുക്ക് പിടികിട്ടുന്നുമില്ല. ഉദയസൂര്യനെ നോക്കിക്കൊണ്ട് ഒരു കൊച്ചു പക്ഷിക്കുഞ്ഞ് അതിന്റെ ഇതിന്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്ക്, അതിന്റെ ചുണ്ട് പുലർത്തുവാൻ ശ്രമിക്കുമ്പോഴേക്ക് ഉദയസൂര്യൻ പോവുകയും ഒരു മധ്യാഹ്ന ഭാസ്കരൻ വരികയും ചെയ്യുന്നു. അത്തരത്തിലെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ, ഗീതയിൽ പറഞ്ഞതുപോലെ, ഒരു യോഗിയായി ജീവിച്ചുകൊണ്ടേ ഈ പൂർണ്ണ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒരു നാളമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് അന്വേഷിച്ചപ്പോൾ അല്ല, നേരെ മറിച്ച് ഇവിടെ ഈ ഒരു സൗന്ദര്യത്തിന്റെയും തേജസ്സിന്റെയും വിഭൂതിയുടെയും മറ്റൊരു ലോകമുണ്ട്. ആ ജ്ഞാനത്തിന്റെ ലോകത്തിൽ നിന്ന് ഭിന്നമെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ലോകമുണ്ട്. നീ അതിനെ കാണാൻ ശ്രമിക്കുക എന്ന് പറയും. ഇതിനെപ്പറ്റിയാണ് ഒരു ആചാര്യൻ പറയും, നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അദ്വൈതം. ഇവിടുത്തെ ആചാര്യന്മാർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്ന് ഒരു ആചാര്യൻ പറയും. അതൊരു കലാകാരന്റെ ധിക്കാരപൂർണമായ ഈ ബാഹ്യപ്രപഞ്ചത്തെ സ്നേഹിക്കുവാനുള്ള അവന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സൗന്ദര്യാത്മക പ്രഘോഷണമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്വൈതം ഇവിടെ തൂണിലും തുരുമ്പിലും പ്രസരിപ്പിക്കുവാൻ സാധിച്ച ഒരു തത്വശാസ്ത്രത്തിന്റെ ഈ ഏറ്റവും ഭീകര വാഴ്ച നടത്തുന്ന ഒരു രാജ്യത്ത് ഒരു കലാകാരൻ പറഞ്ഞു, ദ്വൈതം അദ്വൈതാദപി സുന്ദരം. എന്തുകൊണ്ട്? ഈ ദ്വൈതത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങളുടെ ഒരു സൗന്ദര്യം കാണുവാൻ സാധിക്കും. ഇവയെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഏകത്വത്തിൽ പോകേണ്ടതാകുന്നു. അത് നിങ്ങൾക്ക് ഈ ഗീതയിലും മറ്റും പറയുന്നത് പോലുള്ള യോഗമാർഗം അനുസരിക്കാതെ ഇവിടെ സ്വഭാവ വ്യത്യാസമുള്ള മനുഷ്യർക്ക് മറ്റൊരു മാർഗത്തിലൂടെ അനുസന്ധാനം ചെയ്യാവുന്നതാണ്. അതാണ് ഈ കലാകാരന്റെ മാർഗം എന്ന് അവർ സൂചിപ്പിച്ച് പറയുകയാണ്. അതാണ് നമ്മൾക്ക് ഈ കലകളിലൂടെ സാധിക്കുന്നത്.
ഭാരതീയരുടെ സാഹിത്യശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും ഈ മട്ടിൽ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോ നമ്മുടെ സാഹിത്യശാസ്ത്രം തന്നെ എടുത്താൽ മതി. ഇവിടെ ഒരു കവി ആരംഭിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ടാണ്, ചുറ്റുപാടുമുള്ള ജീവിതത്തെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ടാണ്. ആലിംഗനം ചെയ്യേണ്ട ഈ വസ്തുക്കൾക്ക് അവർ പ്രപഞ്ചം എന്ന് പറഞ്ഞില്ല, വിഭാവം എന്ന് പറഞ്ഞു. അത്രയും വ്യത്യാസം. അത് സാഹിത്യമാകുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ ഫിസിക്സിൽ നമ്മൾ എന്തെല്ലാം സാധാരണ ഇതിന് എന്തെല്ലാം വാക്കുകൾ പറയുന്നുണ്ട്. അതുപോലെ ബയോളജിയിൽ അച്ഛന് അച്ഛൻ എന്നാണോ പറയുന്നത്? ഒരാളും കേട്ടാൽ മതി. ഇവിടുത്തെ തുമ്പച്ചെടിക്ക് ഇവിടെ ബോട്ടണിയിൽ തുമ്പച്ചെടി എന്നാണോ പറയുന്നത്? തുമ്പച്ചെടി പോലും കേട്ടാൽ മൂർച്ഛിച്ചു പോകുന്ന പദങ്ങളാണ് ഇതിൻ്റെ. അതൊന്ന് വിളിച്ചാൽ അറിയും. തുമ്പ അപ്പോൾ ഈ താഴെ നമസ്കരിക്കുന്നത്. അമ്മാതിരി വാക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ വിഭാവം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. വിശേഷേണ ഇത് സാഹിത്യത്തിന്റെ ഈ അടിസ്ഥാനമായ ഘടകങ്ങളെ അത് ഇവിടെ ഉണ്ടാക്കി തീർക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അത് ഈ മട്ടിൽ നിങ്ങൾ സാഹിത്യശാസ്ത്രത്തെ ഒന്ന് നോക്കിയേച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ മട്ടിൽ പ്രപഞ്ചത്തിന്റെ ഈ സൗന്ദര്യം എവിടെയൊക്കെ കിടക്കുന്നു. ഉദിച്ചു പോകുന്ന ഈ ചന്ദ്രബിംബം, സുന്ദരിയായ ഒരു യുവതി, കൊച്ചുകുട്ടിയുടെ മന്ദഹാസം, ഇവിടുത്തെ കണ്ണുനീര്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. ഇവിടെ പാശ്ചാത്യ സാഹിത്യമീമാംസ വന്നതിന് ശേഷമാണ് ജീവിതത്തിന്റെ ഈ കഠിനങ്ങളും പരുഷങ്ങളും വികൃതങ്ങളും ജുഗുപ്സാവഹങ്ങളുമായ കാര്യങ്ങളൊക്കെ ഇവിടെ സാഹിത്യ വിഷയങ്ങളാക്കാം എന്നുള്ളൊരു ചിന്ത വന്നത് എന്നിവിടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിൽ പഠിക്കുന്ന അബദ്ധങ്ങൾക്ക് എന്നിട്ട് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകുന്നതിലാണ് അത്ഭുതം. ഇതെല്ലാം പഠിപ്പിക്കുന്നതാണ്. ഇവിടെ റിയലിസം 18-19 നൂറ്റാണ്ടുകളിൽ വന്നതിന് ശേഷമാണ് പ്രപഞ്ചത്തിന്റെ യഥാതഥമായ വസ്തുഘടകങ്ങളെ സാഹിത്യത്തിൽ ഇവിടെ വിഷയത്വത്തേന പ്രതിപാദിക്കാം എന്നും അംഗീകരിക്കാമെന്നും ഇവിടെ MA ക്ലാസ്സിൽ നോട്ടുകൾ കൊടുത്ത് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപക സമൂഹങ്ങൾ ഇവിടെ എത്രയോ. വാസ്തവത്തിൽ അങ്ങനെയാകുന്നുമല്ല. ഇതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ പറയാവുന്നതാണ്. ഇപ്പോ ദശരൂപമെന്നും പറഞ്ഞ് ധനഞ്ജയന്റെ ഒക്കെ 9-ാം നൂറ്റാണ്ടിലോ മറ്റോ എഴുതിയതാണ്. 9-ാം നൂറ്റാണ്ടിലോ ധനഞ്ജയനോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ സംശയം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അത് 9-ാം നൂറ്റാണ്ടിൽ തന്നെ ധനഞ്ജയൻ തന്നെ എന്തു പറഞ്ഞു? ഇവിടെയുള്ള ജുഗുപ്സയും ബീഭത്സതയും എല്ലാം സാഹിത്യത്തിലാകാമെന്ന്. ദശരൂപകത്തിന്റെ ഏറ്റവും ഒടുവിൽ അത്യന്ത മനോഹരമായ ഒരു പദ്യം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. സാഹിത്യത്തിൽ എന്ത് പ്രതിപാദിക്കാം, നാടകത്തിൽ എന്ത് പ്രതിപാദിക്കാം. നമ്മളിപ്പോ ഈ എക്സ്പെരിമെന്റൽ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വേദിയിൽ കൊണ്ട് പ്രയോഗിക്കാത്ത സംഗതികളൊന്നുമില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം നാടകം എന്തായി എന്ന് ചോദിച്ച ആളെ എനിക്കറിയാം. കഴിഞ്ഞതറിയാതെ ഇവിടെ നടക്കുന്നത് നാടകമാണെന്ന് മനസ്സിലായില്ല. അത് നാടകത്തിന്റെ വിജയമായി പറഞ്ഞ നാടകവൃത്തിനെയും എനിക്കറിയാം. എന്നുവെച്ചാൽ ഈ പാവപ്പെട്ട ഈ പ്രേക്ഷകനുണ്ടല്ലോ, അവനിങ്ങനെ ചോദിച്ചല്ലോ അതിൽ കഴിഞ്ഞ് നാടകം വിജയിക്കാനുണ്ടോ എന്ന്. പക്ഷെ മനുഷ്യന് അവന്റെ അനുഭവങ്ങളുടെ ഒരു സീമയുണ്ട്, അതിനപ്പുറത്ത് ഒരു എക്സ്പെരിമെന്റ് ഇല്ല. മനുഷ്യ ജീവിതത്തിന് അതിന്റെ ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറത്ത് പോകാൻ കഴിയുകയില്ല. ആ പരിമിതി ഒരു നിലക്ക് അപരിമേയവുമാണ്, അത്രയ്ക്ക് അത് വിസ്തൃതവുമാണ്. ആ വിസ്തൃതിയെ ഈ ധനഞ്ജയൻ അവതരിപ്പിക്കും. രമ്യം, ഇതിലൂടെ അല്ലാതെ സാഹിത്യത്തിൽ രസം വരില്ല എന്ന് പറയും. രമ്യമായ, നമുക്കറിയാം, രമ്യമായതിനെ അല്ലാതെ നിങ്ങൾ സാഹിത്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ആ ചോദ്യം അദ്ദേഹം മനസ്സിലാക്കി. 9-ാം നൂറ്റാണ്ടുകാരൻ 20-ാം നൂറ്റാണ്ടിന്റെ ചോദ്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം 20-ാം നൂറ്റാണ്ടുകാരന്റെ ചോദ്യത്തിന് 9-ാം നൂറ്റാണ്ടിൽ ഉത്തരം പറയുകയാണ്. 2-ാമത്തെ വാക്യത്തിൽ രമ്യം ജുഗുപ്സിതം, ജുഗുപ്സിതമായതിനെയും നിങ്ങൾക്കിവിടെ. രമ്യത്തെ അവതരിപ്പിക്കുന്ന സാഹിത്യകാര, നീ നിത്യരമ്യ പ്രേമിയായിട്ട് നീ കഴിയേണ്ടതില്ല. ജീവിതം അങ്ങനെയല്ല. അത് അതിന്റെ എല്ലാ വൈകൃതങ്ങളോടും കൂടെ ഇതിൽ വരേണ്ടതാണ്.
അദ്വൈതം എന്ന് പറഞ്ഞാൽ, ദ്വൈതം എന്ന് പറഞ്ഞാൽ അതിൽ ഈ അത്യന്ത വിരുദ്ധ വിചിത്ര നാനാപ്രകാരത്വം അടങ്ങിയിരിക്കുന്നു. ഹൃദയ ശങ്കരാചാര്യരൊക്കെ ഏകദേശം ഈ മട്ടിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും ഈ പ്രപഞ്ചത്തെ പറ്റി പറയുന്ന സമയത്ത്. അപ്പൊ അവിടെ ജുഗുപ്സിതം അതിനെ. ഇപ്പൊ വാസ്തവത്തിൽ നമുക്ക് ജുഗുപ്സ, ഞാൻ പറയുകയായിരുന്നു ഇവിടെ മാതൃഭൂമി പത്രത്തിൽ ഇതിനിടെ 2 കൊല നടന്നത് അതേ മട്ടിൽ ഈ ചിത്രം വന്നിട്ട് എനിക്കൊരു 3-4 ദിവസം വാസ്തവത്തിൽ ഭക്ഷണം കഴിക്കാൻ തന്നെ പ്രയാസം തോന്നി. അവന്റെ നഗ്നത പോലും, ഇരുണ്ട നഗ്നത പോലും മറക്കാതെ പടം വന്നിരിക്കുകയാണ്. ജുഗുപ്സിതം അത് ഇന്ന് പോലും നമുക്ക് സ്വീകാര്യമാകുന്നില്ല. സാഹിത്യകൃതിയൊന്നുമല്ല മാതൃഭൂമി ഡെയിലി, അതൊരു വർത്തമാന പത്രമാണ്. ആ വർത്തമാന പത്രത്തിൽ ഈ ജുഗുപ്സ വരുമ്പോൾ ഇതൊക്കെ ആകാമെന്ന് പറയുന്ന ഞങ്ങൾക്ക് പോലും ഇത് ധരിക്കുന്നില്ല. 1-2 ദിവസം ഇത് ഒരു ബീഭത്സ സ്മൃതിയായി ജീവിതത്തിന്റെ സമസ്ത സുഖലേശങ്ങളെയും പീഡിപ്പിച്ച് കൊണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്. ഈ ജുഗുപ്സിതം രമ്യം സ്വീകരിക്കുന്നത് പോലെ നീ സ്വീകരിക്കുക എന്ന സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഇതാണ് ജീവിതത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ഉദാരം, നീ മഹത്തായതിനെ സ്വീകരിക്കുക. അപ്പൊ തന്നെ അദ്ദേഹം നിഷേധിക്കുകയാണ്. ഞാൻ ഒന്നിന്റെ പക്ഷപാതിയാണ് എന്ന് ജീവിതം കാണാത്തവൻ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയാതെ. ഉദാരം പറഞ്ഞ ഉടനെ അദ്ദേഹം എന്ത് പറയുന്നു? നിങ്ങളുടെ മനസ്സിലുള്ള വാക്ക് തന്നെ, നീചൻ. അതുമാണ് രമ്യം. ഒരു വരിയായി കഴിഞ്ഞു പദ്യത്തിന്റെ. രമ്യം ജുഗുപ്സിതം ഉദാരമഖാദി നീചം. അത്തരത്തിൽ പോകും 4 വരി. ഉഗ്രം പ്രസാദി, ഉഗ്രമായതിനെ നീ കാണിക്കുക, പ്രസന്നമായതിനെയും കാണിക്കുക. ഭാരതീയ സാഹിത്യം, ഞാൻ ഈ പറഞ്ഞ ഈ ദ്വന്ദ്ങ്ങളുണ്ടല്ലോ, ഈ ദ്വന്ദ്ങ്ങളിൽ ഒന്നിനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് മാത്രമാണ് സാഹിത്യത്തിൽ എന്നിവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അത് ശരിയല്ല എന്ന് പറയുകയാണ്. ജീവിതത്തിന്റെ ധ്രുവാന്തരമായ ഒരു വിസ്തൃതിയിൽ അടങ്ങിയ പലതുമുണ്ട്. അതിനെ മുഴുവൻ നീ ഉൾക്കൊള്ളുക. അപ്പോൾ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് അദ്വൈതത്തിന്റെ ഒരു രസാനുഭൂതി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് ഇവിടെ ചിത്രീകരിക്കണമെന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം കൂടെ ജീവിതത്തിന്റെ ഒരു സവിശേഷമായ രസം നിനക്ക് അനുഭവിക്കാൻ കഴിയും. അത് പറഞ്ഞുകൊണ്ടാണ്. ഉഗ്രം പ്രസാദി വികൃതം വസ്തു യജ്വാപ്യവസ്തു കവിഭാവക ഭാവ്യമാനം എന്നാസ്തി തന്ന രസഭാവം വൈദി ലോക. ഇത്തരത്തിലുള്ള എല്ലാറ്റിൽ നിന്നും രസം വരാത്തതായി ഒരു വസ്തുവില്ല എന്ന് പറയുകയാണ്. സാഹിത്യകാര, നീ 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ രാജ്യത്തിന്റെ സാഹിത്യ മീമാംസയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അസംബന്ധം പറയാതെ എന്നുള്ള ഒരു വ്യംഗ്യം ഞാൻ ഈ പദ്യത്തിന്റെ, ഈ സാഹിത്യ മീമാംസാ പദ്യത്തിന്റെ പിറകിൽ കാണുന്നു. പക്ഷേ ആ ചോദ്യം കേട്ടിട്ടും 10 നൂറ്റാണ്ടിന് ശേഷം അസംബന്ധം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അല്പം ക്ഷോഭിക്കുന്നത്. പിന്നെ ഈ ആളുകൾ ഇതൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ഈ പ്രയേഴ്സ് മുഴുവനുമുണ്ട്. രമ്യം ജുഗുപ്സിതം, ഉദാരം നീചം, ഉഗ്രം പ്രസാദി, വികൃതം സുന്ദരം, വസ്തു അവസ്തു, അത്ര വരെ. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ എക്സ്പെരിമെന്റൽ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ആളെ പേടിപ്പിക്കരുത്. പണ്ടൊരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാള് ഇത് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ പറഞ്ഞു, എന്താ അതും ഒരു ഭാഷയല്ലേ? അപ്പൊ അത്രയും സത്യമുണ്ട്. അതും ഒരു ഭാഷ മാത്രമാണ്. വേറെ എന്തൊന്നും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഭാഷ അല്ലാത്ത ഒന്ന് എന്നുള്ള ഒരു ധ്വനി വരുത്തരുത്. ഭാഷയാണെങ്കിൽ അത് വേറൊരു ഭാഷ എന്നേ ഉള്ളൂ. എക്സ്പെരിമെന്റൽ അവസ്തു എന്നത് വിഷയമാണ്. ഇതെല്ലാം വസ്തുവാണ്. അവസ്തു അമൂർത്തമായത്, അരൂപമായത്, നിർവിഷയമായത്. നിനക്ക് നാടകത്തിൽ ദശരൂപകം വെറും തിയേറ്ററിക്കൽ ഒരു ട്രീറ്റീസാണ്. തിയേറ്ററിനെ പറ്റിയുള്ള ട്രീറ്റീസാണ്. തിയേറ്ററിനെ പറ്റി പറയുകയാണ് അവസ്തു. അതും വിഷയമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു രാജ്യത്തെ പറ്റി വിശേഷിച്ച് ഒരു 20-25 നൂറ്റാണ്ടുകൾ ജീവിച്ച നമ്മളെ പോലുള്ളവർ ഈ നൂറ്റാണ്ടുകൾ ഉടനീളമായി ഈ ജീവിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ജീവിച്ച ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ വിലയിരുത്തുന്ന സമയത്ത് ഇതൊക്കെ ഒറ്റ ഒരു മൂക്കുചീറ്റൽ കൊണ്ട് നിഷേധിച്ചു കളയാം എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹിത്യമാണ്. ഞാനിതിനപ്പുറത്തുകൂടെ പറയാൻ ഉദ്ദേശിക്കട്ടെ. ഒരു രാഷ്ട്രത്തിന്റെ ചിന്ത, അതിന്റെ ഒരു പദം ഉപയോഗിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ അത്യന്ത കമനീയമായ ഒരു ഹ്യൂമർ,
ഉണ്ടല്ലോ. ആ ഹ്യൂമർ, ഈ രസം എന്ന സാഹിത്യത്തിലെ പരമമായ അർത്ഥം എന്ന് ഈ അഭിനവഗുപ്തനൊക്കെ പറയും. പരമമായ അർത്ഥം എന്ന്. ആരാണ് അഭിനവഗുപ്തൻ എന്ന് ചോദിക്കരുത്. ഇദ്ദേഹം ഒരു പ്രാചീന ഗുപ്തനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു തമാശയുണ്ട്. എന്റെ സാഹിത്യ മീമാംസ 12ാം നൂറ്റാണ്ടുകാരൻ, കാശ്മീരവാസി. എനിക്ക് ഈ ജവഹർലാൽ നെഹ്റുവിനോടുള്ള പ്രേമങ്ങളിൽ വെച്ച് അദ്വിതീയമായ പ്രേമം, അനേക കാരണങ്ങളാൽ പ്രേമമുണ്ട്. അതിൽ വെച്ച് അദ്വിതീയ പ്രേമം അദ്ദേഹം കാശ്മീരത്തെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി തീർക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ എക്സ്ചക്കറിൽ നിന്ന് ഇത്രയും പണം ചെലവ് ചെയ്ത് നിത്യമായ ഒരു യുദ്ധം നടത്തിയിട്ടും അത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നത് മാത്രമാണ്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ സമാധാനം, ഇന്ത്യയുടെ സാഹിത്യ മീമാംസയുടെ 75% ഉത്കൃഷ്ട ഭാവങ്ങൾ കാശ്മീരത്തിലെ ചിന്തകന്മാർ ഇല്ലെങ്കിൽ ഭാരതത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെയുള്ളതൊക്കെ കാക്കി എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് സാഹിത്യ മീമാംസ. പക്ഷേ അതിന്റെ സമസ്ത സാരവും അതിന്റെ നിത്യപ്രൗഢിയോടുകൂടെ അവതരിപ്പിച്ചത് ഈ കാശ്മീരമാണ്. ഈ കാശ്മീരം, ആ കാശ്മീരത്തിൽ ആനന്ദവർദ്ധനൻ എന്നുള്ള വാക്ക് രാമായണത്തിൽ ശ്രീരാമന് കൊടുത്ത പേരാണ്. കൗസല്യാനന്ദവർദ്ധനൻ. ഇക്കൊക്കെ മക്കൾക്ക്, എനിക്ക് അതൊന്നും പറയാൻ വയ്യ. മക്കളെ പറ്റി അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്നവനാണ് എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കെതിരൊന്നുമില്ല, അത്രയും. അന്ന് പറഞ്ഞു, ഇതാ ഈ രാമൻ കൗസല്യാനന്ദവർദ്ധനൻ, ഈ ലക്ഷ്മണൻ അത് സുമിത്രാനന്ദവർദ്ധനൻ, ഈ ഭരതൻ, ഇത് ഭരതനെ പറ്റിയേ പറഞ്ഞിട്ടില്ല. അത് പറയാൻ പ്രയാസമാണ്. കൈകേയി ആനന്ദ, അത് പറയുമ്പോൾ വിഷമം വരും. സുമിത്രാനന്ദവർദ്ധൻ, ആ ആനന്ദവർദ്ധനാണ് ഇന്ത്യയുടെ തത്വചിന്ത പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ശിഖരം ഇന്ത്യക്കുണ്ടാക്കി കൊടുക്കുവാൻ ഈ ആനന്ദവർദ്ധന് സാധിച്ചു. ദുന്യാലോകത്തിലൂടെ അതിനൊരു വ്യാഖ്യാനം എഴുതി മനുഷ്യനാണ്. നിത്യബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹം ശ്രീനഗറിൽ നിന്ന് ഒരു 50 നാഴിക അകലെയുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ കൃതികളിൽ വെച്ച് നിസ്സാരമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭിനവ ഭാരതി എന്ന ഭരതന്റെ നാട്യശാസ്ത്രത്തിന്റെ വ്യാഖ്യാനവും ആനന്ദവർദ്ധന്റെ ധ്വന്യാലോകത്തിന്റെ വ്യാഖ്യാനമായ ഈ ലോചനം എന്ന വ്യാഖ്യാനം. അദ്ദേഹം 10-80 പുസ്തകങ്ങൾ എഴുതിയതാണ്. സാഹിത്യ അക്കാദമി ഇല്ലാതിരിക്കുകയും അക്കാദമിയുടെ സഹായധനം എന്ന ഒരു പ്രലോഭന വസ്തു ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലത്ത് ഒരു മനുഷ്യൻ 80 പുസ്തകങ്ങൾ 50 വയസ്സിന് മുമ്പ് എഴുതി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അത്ഭുതകരമാണ്. നീ വിശ്വസിക്കാനൊക്കില്ല. കെട്ടുകഥ എന്ന് പറയാണ്. പുസ്തകം 80 പുസ്തകങ്ങൾ. അതിൽ സാഹിത്യ മീമാംസ ഇത് 2 മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് മുഴുവനും ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിന് സമാനമായ ശൈവ സിദ്ധാന്തത്തിന്റെ, അദ്ദേഹത്തിന്റെ കാശ്മീര ശൈവ സിദ്ധാന്തം, അതിൽ ഏറ്റവും പ്രമുഖനായ ആചാര്യനായിരുന്നു ഈ ആനന്ദവർദ്ധനൻ. ആനന്ദവർദ്ധനൻ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥങ്ങളിൽ തന്നെ തന്റെ ഈ സാഹിത്യ മീമാംസയുടെ ചില ഈ ഒരു സുന്ദരി വാതിലിന്റെ പിറകിൽ നിന്ന് തന്റെ മധുരമായ പുഞ്ചിരി കാണിക്കുന്നത് പോലെ, വെളിയിൽ വരാതെ കാണിക്കുന്നത് പോലെ തന്റെ സാഹിത്യ മീമാംസയുടെ സൗന്ദര്യം അദ്ദേഹം തന്റെ ഈ ശൈവാഗമ ഗ്രന്ഥങ്ങളിലെ വാതിൽപ്പുകളിലൂടെ പതുക്കെ കാണിച്ച്, ഞാൻ 2-3 കൊല്ലം കഴിഞ്ഞ് ഈ ധ്വന്യാലോക ലോചനത്തിന്റെയും അഭിനവ ഭാരതിയുടെയും നൃത്തവേദിയിൽ നിന്ന് പരസ്യമായി നൃത്തമാടിക്കൊള്ളാം എന്നുള്ള ഒരു വാക്ക് നമുക്ക് തന്നിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോവുകയുണ്ടായി. അപ്പൊ തന്ത്രസാരം എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയിൽ അദ്ദേഹം ഈ തത്വം പറയും. ഏത് തത്വം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ലൗകികമായ ആനന്ദമുണ്ട്. ആ ആനന്ദത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും മഹത്തായ രൂപമാണ് നിങ്ങൾ സാഹിത്യത്തിലും അതുപോലെ തന്നെ ആധ്യാത്മികത്വത്തിലും നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ആനന്ദം നിങ്ങൾക്ക് അത് നമുക്ക് ഒരു ഓപ്റ്റിമിസത്തിന്റെ ഒരു ടിക്കറ്റ് തരികയാണ്. ഒരു ചായ കഴിച്ച് ഒരു നിമിഷം സന്തോഷിക്കാൻ കഴിയുന്ന മനുഷ്യ, നിനക്ക് ഈ പരമമായ ആനന്ദത്തിന്റെ ഈ നിത്യചക്രവാളത്തിന്റെ ഈ കവാടങ്ങൾ ഒരിക്കലും അടക്കപ്പെട്ടിട്ടില്ല. നിനക്ക് തുറക്കാവുന്നതാണ്. എന്തുകൊണ്ട്? നീ ചായ കഴിച്ച് നീ ആനന്ദിക്കുന്നില്ല. നിനക്ക് ഈ ആനന്ദത്തിന്റെ ലോകം നിനക്കൊരിക്കലും അടക്കപ്പെട്ടിട്ടില്ല. ഈ ശുഭചിന്തയുടെ ഒരു ടിക്കറ്റാണ് തരുന്നത്.
അപ്പൊ അത് അദ്ദേഹം തന്ത്രസാരത്തിൽ പറയും. ഞാനിപ്പോ എല്ലാം പൂർണ്ണമായി ഉദ്ധരിക്കാത്തത് ഞാൻ ഈ ഗദ്യത്തിൽ ഈ സ്പീഡോടുകൂടെ പറയുന്ന സമയത്ത് എനിക്ക് ഈ പദ്യം പലപ്പോഴും ഇതിൽ ചേർന്ന് വരാറില്ല. കഥാകാലക്ഷേപം എനിക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് അത് ചിലപ്പോൾ ഈ രണ്ടും ഒന്നിച്ച് എനിക്ക് സംക്രമിപ്പിക്കാൻ കഴിയുക, അങ്ങനെ ഒരു പറയും. അപ്പൊ അദ്ദേഹം പറയും കഥാ ഗീതേ മധുരേ, അതെ, തഥാപി ഗീതേ മധുരേ, അതുപോലെ തന്നെ ഗീതേ മധുരേ സ്പർശേജ ചന്ദനാദിയെ, ചന്ദനം നിങ്ങൾ അരച്ചിട്ട് ശരീരത്തിൽ പുരട്ടുമ്പോൾ നിങ്ങൾക്കൊരു കുളിരും സന്തോഷവുമില്ലേ? മനുഷ്യ, ഈ സന്തോഷം നിനക്ക് അനുഭവിക്കാമെങ്കിൽ നിനക്ക് കഥാ സഹൃദയവും ജന എന്ന് അദ്ദേഹം ഈ തന്ത്രസാരത്തിൽ പറയും. ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ കലാശാലകളിലോ കലാപശാലകളിലോ ഇതുവരെ പാവിട്ടുപോയതാണ് കേട്ടോ. കലാശാല എന്ന് പറയുന്നത് ഇതുവരെ കയറാത്ത സംഗതികളാണ്. കഥാ സഹൃദയോജനം ആവി ഗീതയെ മധുരേ സ്പർശേജ ചന്ദനാദികെ ആനന്ദശക്തിരേവേഷ തഥാ സഹൃദയോജനം. ഈ ആനന്ദശക്തി, ആ ശക്തിയാണ് സഹൃദയൻ സാഹിത്യത്തിൽ അനുഭവിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഞാൻ ഈ ചായ കഴിക്കുകയും മറ്റത് കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്കിതൊന്നും വേണ്ട, സാഹിത്യം വേണ്ട, എനിക്കത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയുമല്ലോ. ആ പറയുന്നത് നിങ്ങളുടെ പിറകിൽ, നിങ്ങളുടെ മുമ്പിൽ അടച്ചുകൂട്ടിയിരിക്കുന്ന ഒരു സ്വർഗ സാമ്രാജ്യത്തിന്റെ മധുര സ്പന്ദനം കേൾക്കാൻ കഴിയാത്ത ബധിരരാണ് നിങ്ങൾ എന്നർത്ഥം. ആ ലോകം തുറന്നു കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതൊരു ഇന്ദ്രിയം നിങ്ങൾക്ക് ബാക്കിയുണ്ട്? അതാണ് ഈ തന്ത്രസാരത്തിൽ ഈ അഭിനവഗുപ്തൻ, അതാണ് അഭിനവത്വം. നമ്മളൊക്കെ ഇപ്പോ ഈ സിനിമയിലോ അല്ലെങ്കിൽ AR ആർട്ടിസ്റ്റായാൽ മതി, അപ്പോൾ തന്നെ ഈ അച്ഛനിട്ട പേര് വൈറ്റാതെയാകും. എന്നിട്ട് പുതിയ ഒരു അഭിനവ പേര് ഇദ്ദേഹം അന്ന് തന്നെ മനസ്സിലാക്കി. എനിക്ക് ഇതാ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വരുമ്പോഴും എനിക്ക് ഈ നിത്യമായ അഭിനവത്വം ഇവിടെ ഈ മുഴക്കുന്ന ആ ചിന്ത എന്നിലുള്ളത് കൊണ്ട് അല്ലയോ പിതാവേ, അങ്ങിട്ട് ഈ അഭിനവഗുപ്തൻ എന്നുള്ള ഈ പേരുണ്ടല്ലോ, ഞാനത് സിനിമാ നടനായാലും ശരി മാറ്റുകയില്ല എന്ന് അദ്ദേഹം ഒരു ശപഥം ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ അഭിനവഗുപ്തൻ എന്ന ഗുപ്തനായിരുന്നു. ഇന്നും നിത്യമായ അഭിനവത്വം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥ, ഈ അദ്ദേഹം നിത്യബ്രഹ്മചാരിയായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മറ്റേ എനിക്ക് രാജ്യസഭയിൽ ഒരു മെമ്പറാകണം, ഇതൊക്കെയാണ് ഈ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. ഇങ്ങനെ പലതരത്തിൽ അതിന് മന്ത്രിമാരുടെ അടുത്ത് ഇതൊന്നും ചെയ്യാതെ, കാശ്മീരത്തിലാണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഭരണഘടന തന്നെയാണ്. ഇതൊന്നും അറിയാതെ പാവം അഭിനവഗുപ്തൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 10-70 ശിഷ്യന്മാരെയും കൂട്ടി ശ്രീനഗറിന്റെ ഒരു 50 നാഴിക വടക്ക് കിഴക്കോ മറ്റുമായിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം കയറി ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ പഠിപ്പിച്ച ഒരു കുറ്റം ചെയ്തല്ലോ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരിക്കുമല്ലോ, അവിടെ നിങ്ങൾ ഈ ഗുഹയുടെ വാതിലടച്ച്. അങ്ങനെ അവർ ഗുഹയുടെ വാതിലടക്കുകയും അദ്ദേഹം അങ്ങനെ ജീവൻ മൃതി പറയുമല്ലോ മോക്ഷം പ്രാപിച്ചു എന്നുമാണ് അദ്ദേഹത്തിന്റെ കഥ പറയുന്നത്. അപ്പൊ അന്ന് ഇന്റലക്ച്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പല വാക്കുകളും പറയുമല്ലോ, ഇതാണ് ഇന്റലക്ച്വൽ. ജീവിതം മുഴുവൻ യാതൊരു സുഖത്തിനും ഇതിൽ കവിഞ്ഞ സുഖത്തിനുമില്ല. ബുദ്ധിയുടെയും ചിന്തയുടെയും ഈ മേഖലകളിലുള്ള ഒരു നിഴലില്ലാത്ത രത്നപ്രദീപം എന്നൊക്കെ പറയാവുന്ന മട്ടിലുള്ള ആ സുഖമുണ്ടല്ലോ, ആ സുഖം അനുഭവിച്ച് ആ സുഖത്തിൽ തലചായ്ച്ച് നിത്യവിശ്രമം തേടിയ മഹാനായ വിശുദ്ധകൾ രാഷ്ട്രത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. അപ്പൊ അദ്ദേഹം ഇത് പറയും. എന്നിട്ട് അദ്ദേഹം ഈ സാഹിത്യ ലോചനത്തില്, ദുന്യാലോക ലോചനത്തിലും അദ്ദേഹം പറയും, ഇതാ ഈ മട്ടിലാണ് ഇത് രസമായിട്ട് തീരുന്നത്. അപ്പൊ ഇത് ഭരതൻ തന്നെ നേരത്തെ രസത്തിന്റെ കഥയാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ രസത്തിൽ അത് അത്ഭുതകരമായ ഒരു ചിന്ത അതിലടങ്ങിയിട്ടുണ്ട്. ഭരതൻ നാട്യശാസ്ത്രത്തിൽ പറയും, ഞാൻ ഈ രസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ അടുക്കളയിൽ ചെന്ന് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി പലതരത്തിലുള്ള ആസ്വാദ്യതയോടുകൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി എല്ലാം കൂടെ കഴിച്ച്
കഴിക്കുന്ന സമയത്ത് എല്ലാം കഴിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം ബാക്കിയുണ്ടല്ലോ, അതിന് നിങ്ങൾ എന്ത് പേര് പറയും? രസം. ആ രസമാണ് സാഹിത്യം, വേറെ രസമാണ്. ഇത്രയും നിങ്ങൾക്ക് യൂറോപ്യൻ പോയറ്റിക്സിൽ പോലും കാണുകയില്ല. ഡൗൺ ടു എർത്ത് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിലെ ശൈലിയൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെയൊക്കെ ക്ലാസ്സിൽ ഭയപ്പെടുത്താറുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാം. ഡൗൺ ടു എർത്ത്, എർത്തിലി, ടെറസ്ട്രിയൽ എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് അടുക്കളയിലെ രസമാണ് രസം. ഇതൊക്കെ സാധാരണ തൈത്തിരീയ ശ്രുതിയിലെ രസോ വൈസ, അതിതാണ് അടുക്കളയിലെ രസമാണ്. നിങ്ങൾ പലതും കഴിച്ചിട്ട് എനിക്ക് ഒന്നിന് എരിവുണ്ട്, ഒന്നിന് പുളിയുണ്ട്, സപ്തരസങ്ങൾ എന്ന് പറയില്ലേ, എല്ലാം കഴിച്ചിട്ട് നമുക്ക് ഒരു രസം ബാക്കി, നല്ല ഊണായിരിക്കും. അതിനുള്ള നമ്പൂതിരിയുടെ വാക്കാണ് ക്ഷ എന്ന്. അക്ഷരത്തിൽ ഒടുവിലത്തേതാണ്. അത് ഇപ്പുറത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒടുവിലത്തത് പറഞ്ഞിട്ട് അദ്ദേഹം ക്ഷ, എനിക്കൊന്നും പറയാനില്ല, ഈ ഒടുവിലത്തെ അക്ഷരമേ പറയാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അപ്പോ അതാണ് രസം, അടുക്കളയിലെ രസമാണ്. അപ്പൊ ഇവിടെ ഈ സോക്രട്ടീസിനെ പറ്റി പറയും. സോക്രട്ടീസ് തത്വശാസ്ത്രത്തെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന്. ഇവിടെ ആകട്ടെ അടുക്കളയെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ഇവിടുത്തെ ചിന്തകന്മാർക്ക് സാധിക്കുകയില്ല. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പലതും വന്നിട്ടുണ്ട്, പക്ഷെ അടുക്കളയിൽ നിന്ന് ആകാശത്തിലേക്ക് പോയതൊന്നും ഉണ്ടായിട്ടില്ല. അടുക്കളയിൽ നിന്ന് ആകാശത്തിലേക്ക് പോവുകയാണ് ഈ ഭൗമരസം. ഈ ഭൗമരസം നിന്റെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമുണ്ടാക്കുന്നു. ആ സന്തോഷത്തിന്റെ അനിർവാച്യമായ ഒരു ഏക മുഹൂർത്തത്തിൽ നിന്നുകൊണ്ട് നീ അതിനെ വിജൃംഭിപ്പിച്ചാൽ നിനക്ക് ജീവിതത്തിന്റെ ഈ വിപുലമായ നിസ്സീമ ചക്രവാളത്തിൽ വെച്ച് നിനക്ക് ഒരു അപാര സൗന്ദര്യത്തിൽ, നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ പോലെ സുന്ദരപൂർണമായ ഒരു ലോകം നിനക്ക് അവിടെ വെച്ച് അനുഭവിക്കാവുന്നതാണ്. സുന്ദരപൂർണമായ ഒരു ലോകം നിനക്ക് അവിടെ വെച്ച് അനുഭവിക്കാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഈ സൗന്ദര്യശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സാഹിത്യം, ഞാനിവിടെ സൗന്ദര്യ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? ഒരു മണി. സൗന്ദര്യ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കലകളെ പറ്റിയും ഒക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇത് ഇവിടുത്തെ സംഗീതത്തിലും ഇവിടുത്തെ ചിത്രകലയിലും ഇവിടുത്തെ വാസ്തുശില്പത്തിലും ഇവിടുത്തെ പ്രതിമാ നിർമ്മാണത്തിലും ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട ഈ സുന്ദര കലകൾ. ആ കലകളിലെല്ലാം ഈ തത്വം നിങ്ങൾക്ക് അന്തർഭവിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോ സംഗീതത്തിന്റെ തന്നെ കാര്യമെടുക്കുക. എനിക്ക് സംഗീതത്തെ പറ്റി എനിക്ക് സംഗീതം എന്നല്ലാതെ ഞാൻ അതിനപ്പുറത്ത് പറയില്ലായിരുന്നു. എനിക്ക് പദ്യം ചൊല്ലാൻ തന്നെ അറിഞ്ഞൂടാത്തൊരു തന്നെ. എനിക്കെല്ലാം ഗദ്യമായി വരുന്ന ഒരു അത്ഭുത പാപസൃഷ്ടിയാണ് ഞാൻ. എല്ലാം ഗദ്യമായി പോകുന്നു. പദ്യമായാലും സംഗീതമായാലും എല്ലാം ഗദ്യമായി പോകുന്ന ഒരു വിശേഷമാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കും. അപ്പോ സംഗീതത്തിൽ നമുക്ക് സപ്തസ്വരങ്ങളെ കൊണ്ട് നിബദ്ധമാണ് നമ്മുടെ ഈ സംഗീതം എന്നുള്ളത്. സ്വരം എന്നുള്ളതിന് തന്നെ നമുക്കത് ഭാഷയിലും വരും. ഈ ഐൻസ്റ്റീനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രസിദ്ധനായ കഥാകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ വെച്ചിരിക്കുന്നത് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ള പുസ്തകമാണ്. അതൊക്കെ വരുന്നവരെല്ലാം ഈ വൈജ്ഞാനിക ഭിക്ഷുവാണ് ഇദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. ഞാനത് ഞാൻ തന്നെ കാണാത്തടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കത് വായിച്ചാൽ മനസ്സിലാവില്ല. അതെ, അതുകൊണ്ട് ഞാൻ പോലും എനിക്കിപ്പോ അത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വെച്ചിട്ട് മറ്റേ സാഹിത്യകാരൻ എല്ലാവരും കാണുന്ന ഡ്രോയിങ് റൂമിൽ വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഒരുപക്ഷെ അതിഥികളാരും വരണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. ഇവിടെ ഐൻസ്റ്റീൻ കിടപ്പുണ്ട് രണ്ട് ഡ്രോയിങ് റൂമിൽ. ഇവിടെ ഐൻസ്റ്റീൻ ഈ ഏറ്റവും വിശ്രുതനായ ഒരു സംഗീത ശാസ്ത്രജ്ഞനുമാണ്. ഹൃദയം മുഴുവൻ സംഗീതമാണ്. അത് പലരും അങ്ങനെയാണ്. ഹൃദയം മുഴുവനും സംഗീതമാണ്. അപ്പൊ ആ സംഗീതം ഒരു എസ്സേസ് ഓൺ മ്യൂസിക് എന്നും പറഞ്ഞ് ഈ റൊമേൻ റോളിന്റെ എഡിറ്റ് ചെയ്തിട്ട് യൂറോപ്പിലെ ഏറ്റവും പ്രസിദ്ധരായ ബുദ്ധിശാലികളുടെ ഈ സംഗീതത്തെ പറ്റിയുള്ള ഇതെല്ലാം വെച്ചിട്ട് അതില് ഐൻസ്റ്റീൻ ഈ സംഗീതത്തെ പറ്റി പറയും, ഒരാശയം പറയും. അത് ഭാഷയോടൊപ്പമല്ല, ഭാഷയ്ക്കും മുമ്പേ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ദിവ്യനായ അതിഥിയായി വന്ന
ഒരു വിശേഷമാണ് ഈ നാദം, സംഗീതം. ആദിമമായ ഒരു സ്ഫുരണമാണ്. അതാണ് അതിനെ നാദബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അത് കീറ്റ്സ് പാടിയല്ലോ, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. എന്താണ് അതിനർത്ഥം? ഇംഗ്ലീഷ് പ്രൊഫസർമാർ എന്താ പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞുകൂടാ, അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് വൈഖരി എന്ന 4ാമത്തെ ശബ്ദം മാത്രമേ ചുണ്ടിൽ വരികയുള്ളൂ. അതിനു മുമ്പിലുള്ള 3 രൂപങ്ങളും നമ്മുടെ ഈ നട്ടെല്ലിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്പന്ദനമായിട്ട് മാത്രം നിൽക്കുന്നതാണ്. അതിന് പരാപശ്യന്തി, മധ്യമ എന്നിങ്ങനെ 3 രൂപം പറയും. അത് മുഴുവൻ ഇനാർട്ടിക്കുലേറ്റ് സൗണ്ടാണ്. ആർട്ടിക്കുലേറ്റ് സൗണ്ടാണ് വൈഖരി. ആണ് ആശാൻ ഓമിതി ശ്രുതി നിഗൂഢ വൈഖരി. ഓമെന്ന ഈ ശബ്ദം ശ്രുതിയിൽ നിഗൂഢമായി പറഞ്ഞതാണ്, ഉച്ചരിക്കപ്പെടാത്തതാണ്, അനുഭൂതി സാകല്യമാണ്. ഇത് നളിനി വൈഖരിയായിട്ട് പറഞ്ഞു. അപ്പോ അൺഹേർഡ് എന്ന് പറയുന്നത് ഇനാർട്ടിക്കുലേറ്റ് എന്ന അർത്ഥത്തിലാണ് എന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ ദയവ് ചെയ്ത് അതിൽ ക്വസ്റ്റ്യൻ ചെയ്യരുത്. നമ്മുടെ അസംബ്ലിയിലൊക്കെ പറയാറില്ല, അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യരുത് ഈ സംഗതി. അപ്പോ എന്തിനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്? അതെ, സംഗീതം. അപ്പോ ഈ സ്വരം എന്നുള്ളതിന് തന്നെ ഇത് വാസ്തവത്തിൽ അതിന് ഗമിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു ധാതുവിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ചിലരുടെ സ്വരം കേട്ടാൽ ആളുകൾ ഗമിക്കും, ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. ഗമിക്കുകയല്ല, ഓടും, അത് വേറെ കാര്യം. ഇത് ശബ്ദം ഒഴുകുകയാണ്. അതിനാണ് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഗതവും ഗതവും എന്നുള്ളത് ഗമിക്കുക എന്ന ധാതുവിൽ വരും. അതിനോട് സു കൂടെ ചേർത്ത് അതിമധുരമായി ഗമിക്കുന്നതാണ് സ്വരം. ഈ സ്വരം 7 എണ്ണമാണ്. എന്തൊക്കെയാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ തന്നെ അമരഘോഷം, ഞാൻ ഇവിടെയാണോ പറഞ്ഞതല്ല വേറെ ഇവിടെയാണ്. അത് അമരഘോഷം എന്നാണ് ആരോ ഉച്ചരിച്ചത്. താല്പര്യം നിഷാദർശപ ഗാന്ധാര ഷഡ്ജ മധ്യമ ദൈവത, പിന്നെന്താ പഞ്ചമശ്ചേതി. ഈ സ്വരം. ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്? ഇതൊക്കെ ശാർഗദേവൻ അദ്ദേഹത്തിന്റെ സംഗീതരത്നാകരം മറ്റേ ഇതിലൊക്കെ വരുന്നതാണ്. ഈ സംഗതികളെല്ലാം വിശദമായിട്ട് പറയും. ശാർഗദേവൻ പറയും എന്താണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അതെ, നിഷാദോ, അതെ അല്ല, ഷഡ്ജോ വദതി. ഷഡ്ജോ വദതി. എന്തൊരു ജീവിയാ ഷഡ്ജം? സംഗീതക്കാരൻ്റെ ഷഡ്ജം ഒരു മൃഗത്തിന്റെ ശബ്ദമാണ്. ഷഡ്ജോ വദതി, ഞാൻ മറന്നുപോയി ആ വാക്ക്. ഷഡ്ജോ വദതി. പിന്നെ ഗാവോ രംഭന്തി ചർഷഭം. ഋഷഭം എന്നുള്ളത് ഈ പശുക്കൾ ഉണ്ടാക്കുന്നു ആ ശബ്ദം, ഋഷഭ ശബ്ദം. അതാണ് ഈ രീ, സാരി. എനിക്ക് ചെറുപ്പത്തിൽ ഈ സംഗീതത്തിൽ സാരി വരുന്നത് എങ്ങനെ എന്നുള്ള ഒരു സംശയം വളരെ ഗാഢമായി ഉണ്ടായിരുന്നു. സാരി ഗമ പധനി സ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു കളിയൊക്കെ ഉണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഞാനിതിന്റെ തത്വശാസ്ത്രാത്മകമായ ഒരു വശം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോ ഷഡ്ജോ വദതി ഒരു ജീവി പറയും, അത് മറന്നുപോയുണ്ട്. ഗാവോ രംഭന്തി ജർഷഭ പുഷ്പസാധാരണേ കാലേ കോകിലോ വക്തി പഞ്ചകം. പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്ന വസന്തകാലത്തിൽ കോകിലം പഞ്ചമം പാടും. ഇങ്ങനെ പലത്. കുതിര, ദൈവത, പധനി, ധ എന്നുള്ളത് കുതിരയുടെ ശബ്ദം. ഇതിലൊരു ജീവിയെ മാത്രമേ വിട്ടിട്ടുള്ളൂ, അത് കഴുതയാണ്. അതിൽ പക്ഷേ പാടുന്ന നമ്മൾ ചിലപ്പോൾ ആ സ്ഥാനം ഉയർത്തിയെടുക്കുന്നുള്ളതുകൊണ്ടായിരിക്കാം വിട്ടത്. ഒന്നും അറിഞ്ഞുകൂടാ, എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കാണിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സംഗീതം എന്നുള്ളത്, ഇത് യൂണിവേഴ്സൽ, ഈ ഹാർമണി ഓഫ് ദ സ്പിയേഴ്സ് എന്ന പൈതഗോറസിന്റെ സ്കീമൊക്കെ ഉണ്ടല്ലോ, അതിനോട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഈ മറ്റേ രമ്യം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. സംഗീതത്തിലോ പ്രപഞ്ചത്തിന്റെ ഈ അത്യന്ത വിപുലങ്ങളായ ശബ്ദഭേദങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു നാദലോക വൈചിത്ര്യമാണ് ഈ നമ്മുടെ സരിഗമ പതിനിസ. ഇത് മുഴുവൻ പാടിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിന്റെ ഒരു ഏക ലോകം സൃഷ്ടിക്കാം.
നിങ്ങൾക്കിവിടെ ഭയാനകത്തിന്റെ ഒരു ലോകം സൃഷ്ടിക്കാം. ഭൈരവി, കാമ്പോജി, ഇതെല്ലാം ഈ സരിഗമ. പക്ഷെ അതിൽ ഇത് മുഴുവൻ ചേർന്നിരിക്കും. ഇവിടെ മൊസാർട്ട്, ബീഥോവൻ, ത്യാഗരാജൻ, സുബ്ബലക്ഷ്മി, പ്രേം നസീറല്ല, യേശുദാസ്, ഇവരാര് പാടിയാലും ഈ പ്രപഞ്ചത്തിന്റെ സംഗീതം ഇവിടെ പ്രതിഫലിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിസ്തുല വിപുല സംഗീതം ഇവിടെ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ ഇവിടെ മാനുഷ സംഗീതത്തിന് അർത്ഥമില്ല. ഇതാണ് അർത്ഥം. ഇത് മുഴുവൻ ചേരുമ്പോഴേ സംഗീതമുള്ളൂ. അതിൽ നിന്ന് ഒരു ഏക സംഗീതം വരുന്നു. അത് വരുത്തുന്നു മനുഷ്യൻ. അവന്റെ വിശേഷമാണ്. അതാണ് മനുഷ്യന്റെ വിശേഷം. ഈ മനുഷ്യൻ മധുരനായിത്തീരുന്നു. അതുകൊണ്ടാണ് ഈ ഭീകരമായ ശബ്ദം. എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഞാൻ അടുത്ത സമ്മേളനത്തിൽ പറയാമെന്നും പറഞ്ഞിട്ട് ജനകോടികളെ ഉത്ബുദ്ധമാക്കുന്ന ഇവിടുത്തെ ഈ രാഷ്ട്രീയ പ്രഭാഷണ വീരന്മാരില്ലേ, ഇവരുടെ എല്ലാം ശബ്ദം ഇവിടെ ഉയർത്തുന്നതിന്റെ പാപത്തിന് പരിഹാരമായുള്ള ഇവിടുത്തെ ഒരു മനുഷ്യൻ ഈ സംഗീതം ഉയർത്തുമ്പോഴാണ്. എന്തൊരു ദിവ്യമായ ലോകം! ആ സംഗീതം ഉയരുമ്പോൾ വൃന്ദാവനത്തിലെ അർദ്ധരാത്രി പ്രകാശമായി മാറുകയും ആ പ്രകാശം കാണുവാൻ ആകാശത്തിലെ ഈ ദേവതകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് മേപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ പാടിയ സമയത്ത് ഗാനമീശ വിരകം പാട്ടുനിന്നു. ക്രമേണ കില വാദ്യമേളന ഉപാരതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അവസാനിച്ചു. ബ്രഹ്മസമ്മത രസാകുല സദസി കേവലം നനിർവ് അങ്കന. അവിടുത്തെ സ്ത്രീകൾ മുഴുവൻ നൃത്തം ചെയ്തു. ഹൃദയത്തിന്റെ ഈ സ്പന്ദനമാണ് ഈ പറയുന്നത്. അല്ലാതെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ നൃത്തം ചെയ്തു കളയാന്നുള്ളതല്ല. ആകാം, പക്ഷെ ഹൃദയസ്പന്ദനമാണ്. ഹൃദയത്തിന്റെ ഈ താളാത്മകമായ സ്പന്ദനമാണ്. ആ സ്പന്ദനം നാവിധം നവിച്ച നീവികാം. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ട് പരിശോധിക്കേണ്ടതാണ്. എന്റെ ഈ വിശ്വാസ്യതയെ പരീക്ഷിക്കുവാൻ കൂടെ. നാവിധം നവിച്ച നീവികാം കിമബി കുന്തളി, തലമുടിയൊക്കെ അഴിഞ്ഞു. കിമബി കഞ്ചുളി, എന്നിട്ടോ ജ്യോതിഷാം അഭി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവെ. പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആകാശത്തിലെ ഈ ജ്യോതിർഗോളങ്ങൾ പോലും അവയുടെ ഭ്രമണത്തിൽ സ്തബ്ധമായി നിൽക്കുകയുണ്ടാണ് സംഗീതം. ഇവിടുത്തെ സമസ്ത ജീവജാലങ്ങളുടെയും ശബ്ദത്തിന്റെ ആന്തരമധുരിമ മനുഷ്യൻ അവന്റെ പ്രേമത്തിലും ഭക്തിയിലും ദുഃഖത്തിലും അലിയിച്ച് ചേർത്തുകൊണ്ട് ഏകമായ ഒരു വികാരധാരയിൽ ഇവിടെ ഈ ഒരു സായുജ്യം സൃഷ്ടിക്കുവാനുള്ള ഒരു കോടിപ്പടി ഉണ്ടാക്കിയതിൽ ഇവിടെ വരുന്ന ആ ഒരു പരിവർത്തനത്തെ കാണിക്കുകയാണ്. ഇതാണ് വള്ളത്തോൾ അദ്ദേഹത്തിന്റെ ഈ തോണിയാത്രയിൽ പറയും. നമ്മുടെ രാമായണം പാടുകയാണ്. അപ്പോൾ രാമായണം ഈ നാരായണ ഭട്ടതിരിയുടെ ഈ സംഗീതത്തിന്റെ സങ്കല്പത്തിൽ നിന്ന് തെറിച്ചു വീണ ഒരു ഭാവന ഒരു കേരളീയ കവിയിൽ സ്പന്ദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയും, ഇതൊക്കെ പാട്. അവന്റെ പാട്ടാം മണിയൊച്ച അക്ഷരശുദ്ധിയില്ലാത്തവൻ, വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ലാത്തവൻ, പുതിയ ശൈലിയിൽ വിദ്യ പഠിക്കാത്തവൻ, വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ലാത്തവൻ, അവനാണ് ഈ തോണിക്കാരൻ. ആ തോണിക്കാരനാണ് പാടുന്നത്. ഇണങ്ങി നിൽക്കും ശ്രുതിയില്ല, രാഗമില്ല, അക്ഷരശുദ്ധിയും ഏറെയില്ല. അവൻ പാടുമ്പോൾ അത് എന്താണ് ഞാൻ നേരത്തെ ചൊല്ലിയത്? അവന്റെ പാട്ടാം മണിയൊച്ച രാവിൻ പ്രശാന്ത നിശബ്ദതയെ പിളർക്ക് അതാസ്വദിക്കുന്നതിനെന്നവണ്ണം സ്തംഭിച്ചു നിന്നു ദിവി താരകൻ. ജ്യോതിഷ അഭി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ എന്ന് ചൊല്ലിയതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് ഇതുകൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ ഇതിന്റെ ശബ്ദകലാപത്തെ മുഴുവനും ഒരു ഏകരസധാരയായി മധുരസ്വരമാക്കി മാറ്റിയപ്പോൾ കലാപങ്ങൾ മുഴുവനും ഇവിടെ അവസാനിക്കുകയാണ്. റൊമേൻ റോളണ്ട് പറയുകയുണ്ടായി, ഈ യൂറോപ്പിന്റെ ഹൃദയത്തെ മഥിച്ചുകൊണ്ട് നിൽക്കുന്ന ലോകമഹായുദ്ധങ്ങളുടെ ഭീഷണി ഇതാ ഇവിടുത്തെ ഈ മനുഷ്യാത്മാവിന്റെ സുഗന്ധപൂർണമായ അതിന്റെ ഈ ഹൃദയം വികസിക്കുന്ന സമയത്ത് ഒരു ഗാനത്തിൽ ഇത് മുഴുവൻ അവസാനിപ്പിക്കാവുന്നതാണ്. ഹിറ്റ്ലർ ജനിച്ച ഒരു രാഷ്ട്രത്തെ നാം ഇന്നും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പാത്രമാണ് എന്ന് കരുതുന്നത്
ബീഥോവൻ എന്ന മഹാഗായകൻ അവിടെ ജനിച്ചതുകൊണ്ടാണ്. അതാണ് ഈ ഗാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉച്ചപ്പറ്റി പറയും. അവർ പറയും എന്താണ്, ചൈതന്യം സർവഭൂതാന. സംഗീതത്തെ പറ്റിയുള്ള ഒരു പ്രശസ്തിയാണ്. ഏത് പുസ്തകത്തിലാണ് ചൈതന്യം സർവഭൂതാന, പിന്നെന്താണ് വിവൃതം ജഗദാത്മന, അതാണ് പറഞ്ഞത്. ഈ എല്ലാ ഭൂതങ്ങളുടെയും ചൈതന്യമാണ് സംഗീതം. മനുഷ്യന്റെ തൊണ്ടയുടേതല്ല. ഇവിടെ കഴുതയും ഇവിടെ കുതിരയും ഇവിടെ ഈ തവളയും ഇവിടെ ഞാഞ്ഞൂടും എല്ലാം ഉണ്ടാക്കുന്ന ഒരു വിശ്വസംഗീതമുണ്ട്. ആ വിശ്വസംഗീതത്തിൽ നിന്ന് ഈ പുറത്തേക്ക് വന്നതാണ് വിവൃതം ജഗതാത്മന, വിശ്വാത്മാവിനെ കൊണ്ട് വികസിപ്പിച്ചെടുത്തതാണിത്. അതുകൊണ്ട് സർവഭൂതങ്ങളുടെയും ചൈതന്യവുമാണ്. ചൈതന്യം സർവഭൂതാന വിവൃതം ജഗതാത്മന നാദബ്രഹ്മ തദാനന്ദ എന്ന് പറഞ്ഞിട്ട് നമോസ്മ്യഹം, അതിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ വിചാരവും ഭാവനയും അതിന്റെ ഈ സൗന്ദര്യാന്വേഷണത്തിലൂടെ എവിടെ എത്തിപ്പോകുന്നു എന്നുള്ളത് ഓർത്തോർത്ത് കുളവും കൊള്ളാവുന്ന മാതായി അനുഭൂതികളുടെ സാമ്രാജ്യത്തിന്റെ വൈജയന്തി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരം കൃതികളിൽ വെച്ച് കാണാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സൗന്ദര്യ ദർശനം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇതാ എല്ലാം കൂടിച്ചേരുന്നു. ഇവിടെ മനുഷ്യൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇത് യോഗമാണ് എന്ന് നീലകണ്ഠ ദീക്ഷിതർ പറഞ്ഞ ഒരു പദ്യം ഞാൻ കഴിഞ്ഞ തവണ ഉദ്ധരിച്ചില്ല. ഈ പ്രാണായാമം ഒന്നും കൂടാതെ കവിത യോഗമാണ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ. അതുകൊണ്ടാണ് വേദം ഗാനരൂപത്തിലായത്. അതുകൊണ്ടാണ് ഈ വിശ്വാത്മാവിന് ഇവിടത്തെ ഘോരമായത്, ഇവിടത്തെ ക്രൂരമായത്, ഇവിടുത്തെ പാപമായത് ഇതിനെ മുഴുവൻ ശാന്തമാക്കുവാൻ ഇതിനെ നീ പാടുക. അതുകൊണ്ട് ഇവിടെ പറയും എന്താണ്, ഛന്ദോവതി ശ്രുതി എന്നൊരു പ്രമാണമുണ്ട്. വേദം ഈ താളത്തിൽ മാത്രമേ പാടാൻ പാടൂ, ഛന്ദോരൂപത്തിലേ പാടാൻ പാടൂ. ഛന്ദോവതി ശ്രുതി. അതുകൊണ്ടാണ് ഗീതയിൽ പറഞ്ഞത്, വേദങ്ങളിൽ വെച്ച് ഞാൻ ആര് എന്നാണ് അർജുന നീ ധരിച്ചത്? നിന്നെ ക്ലാസ് മുറിയിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഏറ്റവും വേദം നീചമാണ്, അഥർവം ഏറ്റവും നീചം എന്ന് പറഞ്ഞില്ല. പിന്നെ അതിൽ ഏറ്റവും നല്ലത് ഋഗ്വേദമാണ് എന്ന് നീ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, വേദാനാം സാമവേദോസ്മി, ഞാൻ സാമവേദം. ഞാൻ ഈ ഹൃദയത്തിന്റെ ഈ മഹാസ്പന്ദനം അതുള്ളയിടത്തെ ഞാനുള്ളൂ. ഈ മഹാപണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഞാനില്ല. മദ്ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി അർജുന എന്ന് മറ്റൊരു പ്രമാണമുണ്ട്. എൻ്റെ ഭക്തന്മാർ എവിടെ പാടുന്നു അവിടെയാണ് ഞാൻ ഇരിക്കുക. ഞാൻ മറ്റൊരിടത്തിരിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ ഏകമായി സമരസപ്പെടുത്തി അതിന്റെ അനുഭവത്തിന്റെ മഹാ തേജസ് അവതരിപ്പിക്കുന്ന ഒരൊറ്റ കലയേ ഉള്ളൂ. അത് സംഗീതത്തിന്റെ മേഖലയിലേക്ക് എല്ലാ കലകളും ഉയരുന്നു എന്നാർ പറഞ്ഞു? മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്നാർ പറഞ്ഞു? മാക്സിമം കോർക്കി പറഞ്ഞു. ശരി, സമ്മതിച്ചു. അതുപോലെ ഇതാർ പറഞ്ഞു? ഷോപ്പനവർ പറഞ്ഞു, വാൾട്ടർ പേറ്റർ പറഞ്ഞു, ആരുമല്ല പറഞ്ഞു. സംഗീതത്തിന്റെ കലയിലേക്ക് എല്ലാം പോകുന്നു എന്ന് ഭാരതീയർ പണ്ടേ പറഞ്ഞതാണ്. അതിന് എത്രയോ പ്രമാണങ്ങൾ ഞാൻ ഈ പറഞ്ഞത് തന്നെ. ഈ ഗാനത്തിന്റെ ഈ ഒരു ചൈതന്യം സർവഭൂതാന എന്ന് ഈ ഇവിടുത്തെ നമ്മുടെ സാഹിത്യത്തെ പറ്റി പോലും പറഞ്ഞിട്ടുണ്ട്. സാഹിത്യവും സംഗീതവും ഒക്കെ തുല്യം ഒക്കെ പിന്നെ വന്നതാണ്. ഇതാണ് ഈ ഗാനം. അവിടെ ദേവന്മാർ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഗാനത്തിൽ ഈ വേദത്തിൽ ഈ എല്ലാം അർച്ചിക്കുക, അല്ലെങ്കിൽ നീ ഇതിനെ ഗാനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേ പറയുന്നു. അർച്ചയ പ്രാർത്ഥയ എന്നുള്ള ഒരു പ്രസിദ്ധമായ ഒരു ഭാഗമുണ്ട്. നീ അർച്ചിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയും ഒരിടത്ത്. പ്രിയമേധാസോ അർച്ചയ എന്ന് പറയും. ഇനി പ്രിയപ്പെട്ടവരെ,